എത്ര നല്ലവനാണ് അല്ലേ? നമ്മുടെ കർത്താവിനെ പോലെ ആരമുള്ളത്? വചനം പറയുന്നവൻ ആയിരങ്ങളിൽ 10,000 സുന്ദരനത്രേ. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ശ്രേഷ്ഠനായ ആരുമില്ല. ഹല്ലേലൂയ. നിനക്ക് സന്തോഷമുണ്ട്. കണ്ണട ഗുരുവാക്ക് പ്രാർത്ഥന. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, കഴിഞ്ഞൊരാഴ്ചക്കാലം ഞങ്ങളായിരിക്കുന്നിടത്തല്ല അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചു. അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങയുടെ ഫേവർ, അങ്ങയുടെ ഗ്രേസ്, അങ്ങയുടെ കൃപ, അങ്ങയുടെ മഹത്വമൊക്കെ അനുഭവിക്കുവാൻ ദൈവം കൃപ തന്നു. ഈ ഞായറാഴ്ച പകൽ ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ കൂടുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി. യാത്രയിലായിരിക്കുന്നവർ വേഗത്തിൽ കടന്നു വരണം. ഈ ജനം അവർക്കുള്ളതെല്ലാം തൃക്കണ്ണിലേക്ക് സമർപ്പിക്കും. ദൂതന്മാർ ഇറങ്ങി സകലത്തെ സംരക്ഷിക്കുന്ന കൃപക്കായി നന്ദി. ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾക്ക് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി, വിടുതലായി, ഉദ്ധാരണമായി, അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. സഭ ചേർന്ന് ആമേൻ. ഒരിക്കൽ കൂടെ ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കുക. Praise the Lord. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആമേൻ. Jesus is great. എല്ലാവരും പറഞ്ഞു, എൻ്റെ യേശു വല്ലവനാണ്. എൻ്റെ യേശുവിനെ പോലെ ആരുമല്ല, എൻ്റെ യേശുവിനൊപ്പം ആരുമല്ല. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായി പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആമേൻ. എന്തുകൊണ്ടാണ് ഞാൻ ഈ സൺഡേസിൽ നിങ്ങളെ ഈ ഒരു ടീച്ചിങ് രീതിയിലേക്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വചനം മനസ്സിലാകണം. വേർഡ് ഇല്ലാത്തതാ. വേർഡ് നമ്മളിങ്ങനെ വായിച്ചിട്ടില്ല. ആമോസിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഹോശേയ്ക്കകത്ത് അല്ലേ, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം. ആമേൻ. ഹോശേയ വായിച്ച വാക്യം വായിച്ച മോനെ. ഹോശേയയുടെ 4-ാം അധ്യായം 6-ാം വാക്യം. ഹോശേയ 4-ാം അധ്യായം 6-ാം വാക്യം. 4:6. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ആമേൻ. അതിന് ഇംഗ്ലീഷ് ഒന്ന് കാണിച്ച മോനെ. ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് കാണിച്ച്. ഇംഗ്ലീഷ് വേർഷൻ. My people perish. My people are destroyed for lack of knowledge. My people are destroyed. Amen. Hallelujah. അപ്പം അടുത്ത ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. നോക്ക്. പരിജ്ഞാനം ത്യജിക്ക കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കത്തക്കവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞത് കൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. കണ്ടോ? അപ്പം ഇവിടെ ശ്രദ്ധിക്കണം. ബിക്കോസ് യു ഹാവ് റിജക്റ്റഡ് നോളേജ്, ഐ ഓൾസോ വിൽ റിജക്റ്റ് യു ഫ്രം ബീങ് പ്രീസ്റ്റ് ഫോർ മീ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെല്ലാവരെയും രാജകീയ പുരോഹിത വർഗമായി വിളിച്ചിരിക്കുക. എവ്രി വൺ ഈസ് എ പ്രീസ്റ്റ് അണ്ടു ദ ലോർഡ്. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പുരോഹിതന്മാരാണ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രീസ്റ്റ് ഫോർ മീ ബിക്കോസ് യു ഹാവ് ഫോർഗോട്ടൻ ദ ലോ ഓഫ് യുവർ ഗാഡ്. കണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മറന്നു കളഞ്ഞതുകൊണ്ട് ഐ ഓൾസോ വിൽ ഫോർഗെറ്റ് യുവർ ചിൽഡ്രൻ. ഞാനും നിന്റെ മക്കളെ മറക്കും. കണ്ടോ? മറക്കും. ഹല്ലേലൂയ.
അപ്പം ഈ പരിജ്ഞാനം എവിടുന്നാണ് കിട്ടുന്നത്? ഈ നോളജ് എവിടുന്നാണ് കിട്ടുന്നത്? ദൈവ വചനത്തിൽ നിന്നാണ് കിട്ടുന്നത്. എവിടുന്നാണ് കിട്ടുന്നത്? ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്തിനകത്തുനിന്ന് എൻ്റെ മക്കളെ ഈ അറിവ് നമുക്ക് കിട്ടുന്നത്, ഈ പരിജ്ഞാനം കിട്ടുന്നത്. ഈ പരിജ്ഞാനം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പരാജയപ്പെട്ടു പോകും. ആമേൻ, പരാജയപ്പെട്ടു പോകും. സോ ഇന്ന് ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായി പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ തുടർമാനമായി ഇസ്രയേലിൻ്റെ സിറ്റിസൺഷിപ്പ് എന്ന വിഷയത്തിലേക്ക് ഞാൻ വന്നു. സിറ്റിസൺഷിപ്പ്, എങ്ങനെയാണ് നമ്മൾ ഇസ്രയേൽ പൗരത്വത്തിലേക്ക് വന്നത്? കഴിഞ്ഞ ആഴ്ച ഞാൻ ബോർഡിൽ ആ കാര്യമൊക്കെ വരച്ച് നിങ്ങളെ കാണിച്ചു തന്നു, അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ ആ പൗരത്വത്തിലേക്ക് വന്നു? കഴിഞ്ഞ ആഴ്ച കാണിച്ചു. എന്നാൽ ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയിൽ ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ഭാഗം ചിന്തിക്കാനായി ഞാനിങ്ങനെ അടുത്ത ഭാഗം എടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, നീ പഠിപ്പിക്കുന്നൊക്കെ നിന്റെ ജനത്തിന് മനസ്സിലാകണമെങ്കിൽ വേറൊരു വ്യക്തിയെ അവർ വ്യക്തിപരമായി അറിഞ്ഞിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. They should know a person who reveals all these things to them. ഇതെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു വ്യക്തിയെ നീ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അതാരാണ്, എന്താണ്, ആ വ്യക്തിയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? ഈ കാര്യങ്ങളാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആ വ്യക്തി മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ്. ഒന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവാണ്. ഒന്നുകൂടെ പറഞ്ഞ്, എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞ്, പരിശുദ്ധാത്മാവ്. ഞാൻ ബോർഡൊന്ന് തന്നെ മോനെ. പ്രൈസ് ഗോഡ്. അപ്പൊ ഇന്ന് പകൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയണം. കാരണം ഞാൻ ഈ പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ അറിയാതെ ഒരിക്കലും ഇതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അക്നോളജ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുക. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ. യേശു കർത്താവ് ലൂക്കോസ് 4 നിങ്ങൾ ശ്രദ്ധിക്കണം. ലൂക്കോസ് 4 അതിൻ്റെ 18 ഇങ്ങനെ കിടക്കുന്നത്, അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഒന്ന് വായിച്ചേ. ലുക്ക് 4 അതിൻ്റെ 18 വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഉണ്ടോ? അവന്റെ ആത്മാവ്. He acknowledged the presence of the Holy Ghost in him or on him. ദൈവം, യേശു കർത്താവ് തൻ്റെ മേൽ തന്നിലുള്ള പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞു. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞു. പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞു. കണ്ടോ അവിടെ? അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, എൻ്റെ മേലുണ്ട്. കർത്താവ് പറഞ്ഞില്ല, ഞാൻ വന്ന രോഗികളെ സൗഖ്യമാക്കാൻ, കുരുട്ട് കണ്ട് തുടർന്ന് ഊമർ സംസാരിക്കും. ആദ്യമേ പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉള്ളത് കൊണ്ട് ഞാൻ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാനും, ബദ്ധന്മാരെ വിടുവിക്കാനും, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാനും, പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. ആമേൻ. പ്രൈസ് ഗോഡ്. പ്രസാദ വർഷം എനിക്ക് സാധിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ആര്? പറഞ്ഞ പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ പറഞ്ഞ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന് എല്ലാവിധ
ഞാൻ ഇന്നലെ എബ്രഹാമിൻ്റെ സന്തതി, ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നു? ഇതൊക്കെ എങ്ങനെ നമ്മളിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇതൊക്കെ എങ്ങനെ നമുക്ക് ലഭിക്കുന്നു? ഇതെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ആരാണ്? പൊതുവെ പണ്ട് ഞാൻ ചിന്തിച്ചിരുന്നത് തൃത്വം, ട്രിനിറ്റി എന്ന് പറയും. എന്താണ് തൃത്വം? ട്രിനിറ്റി, തൃത്വം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ? ആമേൻ. ഒന്നെന്താണ്? ഫാദർ, പിന്നെന്താണ്? സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ്. പിടിയോ? ഫാദർ, സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ്. പിതാവ്, പുത്രൻ. ഞാൻ മലയാളം അത്ര എനിക്ക് ചില സമയത്ത് തെറ്റും, അതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഫാദർ, പിതാവ്. 2 പുത്രൻ. 3 എന്താണ്? പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് എഴുതിയിടാം. ഇതിനെയാണ് തൃത്വം എന്ന് പറയുന്നത്. പ്രൈസ് ഗാഡ്. ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തിരുവചനത്തിൽ 3ആയിട്ട് വെളിപ്പെട്ടെങ്കിലും ഇത് ഒന്നാണ്. എന്താണ്? ഒന്നാണ്. നമ്മൾ പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല, നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. പ്രൈസ് ഗാഡ്. ഇതൊന്നാണ്. ഓരോ കാലഘട്ടത്തിൽ 3ആയിട്ട് വെളിപ്പെട്ടു. പഴയ നിയമം വായിക്കുമ്പോൾ പിതാവായ ദൈവത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. യഹോവ ദ ഗോഡ്, യഹോവയെ കാണാൻ സാധിക്കും. എന്നാൽ അതേ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു. പ്രൈസ് ഗാഡ്. അതാണ് യേശു. അതേ ദൈവം പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു. അതാണ് പരിശുദ്ധാത്മാവ്. എത്രക്ക് അത് പിടികിട്ടുന്നുണ്ട്? പ്രൈസ് ഗാഡ്. ഇനി ശ്രദ്ധിക്കുക. ഇതിനകത്ത് സിമ്പിളായിട്ട് ഞാനൊരു ഒരു കാര്യം പറയുന്നത് എങ്ങനെ പെട്ടെന്ന് വെള്ളം എടുത്താൽ അതിനെ, ഇപ്പം എൻ്റെ കുപ്പിക്കകത്തിരിക്കുന്ന വെള്ളം അത് ലിക്വിഡ് ഫോമിലാണ്. അതിന് മലയാളത്തിൽ ദ്രാവകം അല്ലേ? ദ്രാവക രൂപത്തിൽ അതിരിക്കുന്നത്. അതിനെ ചൂടാക്കിയാൽ എന്താവും? അത് ആവിയായി മാറും. ശരിയല്ലേ? എത്രക്കത് പിടികിട്ടുന്നുണ്ട്? വെള്ളം എടുത്ത് ചൂടാക്കുമ്പോൾ എന്താവും? പറഞ്ഞേ. അല്ലേ? ഗേഷ്യസ് അല്ലേ? ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു ഫോമിലേക്ക് അത് മാറുന്നു. അത് വൈബ്രേറ്റ് ചെയ്യുന്നു, ആവിയായി മാറുന്നു. അതേ വെള്ളമെടുത്ത് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറുന്നു? അതിനെ സോളിഡ് ഫോമിലേക്ക് മാറുന്നു. എന്ന് പറഞ്ഞാൽ എന്തായി മാറുന്നു? അതിനെന്തോ മലയാളത്തിൽ പറയുന്നത്? സോളിഡ് ഫോം, ഗരാവസ്ഥ. ഓക്കെ, ഗരാവസ്ഥയിലേക്ക് മാറുന്നു. മനസ്സിലായോ? പക്ഷെ ആക്ച്വലി അത് എന്താണ്? വെള്ളം തന്നെയാണ്. എത്രക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? അത്രയും പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗാഡ്. അപ്പം ഇതേപോലാണ് ദൈവം. എത്രക്ക് അത് മനസ്സിലായി? ദൈവം ഏകനാണ്. എന്നാൽ ബൈബിളിൽ 3ആയിട്ട് ദൈവം വെളിപ്പെട്ട് വരുന്നുണ്ട്, 3 തലങ്ങളിൽ. അതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏത് നിലയിലാണ് ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നത്? പ്രൈസ് ഗാഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം ഏത് രൂപത്തിലാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നത്? ആരായിട്ടാണ്? എങ്ങനെയാണ്? പരിശുദ്ധാത്മാവായിട്ട്. എങ്ങനെയാണ്? പരിശുദ്ധ ആത്മാവായിട്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ്, അപ്പൊ ഇങ്ങനെ ഈ തൃത്വം കാണുമ്പോൾ ചില ആൾക്കാർ എന്തിക്കും? ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം പിതാവായിരിക്കും ഏറ്റവും വലുത്, അത് കഴിഞ്ഞ് പുത്രൻ യേശു, അത് കഴിഞ്ഞു പരിശുദ്ധാത്മാവ്. ഇങ്ങനെയായിരുന്നു വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഉള്ളിലെ ചിന്തകൾ. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം ഏതാണ്? പിതാവാണ്. ഹൈ റാങ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന ആരാ? പിതാവാണ്. റാങ്കിൽ രണ്ടാമത് നിൽക്കുന്നത് പുത്രനാണ്. മൂന്നാമത് നിൽക്കുന്നത് ഇങ്ങനൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കുറെ നാൾ മുൻപ്. പക്ഷെ ദൈവം വചനം പഠിച്ചപ്പോൾ മനസ്സിലായി,
ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനില്ല റാങ്ക് 1, 2, 3 എന്നില്ല. പ്രൈസ് ഗാഡ്. ഇതിന് ഉദാഹരണം ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പരിശുദ്ധാത്മ ദൈവമാണെന്ന് തെളിയിക്കുന്ന 2 വാക്യങ്ങൾ. 1 പത്രോസ് 1:16. 1 പത്രോസ് 1:16 കണ്ട. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനായിരിപ്പീൻ. ബി ഹോളി ഫോർ ഐ ആം ഹോളി. അപ്പോ ദൈവം പറയും ഞാൻ വിശുദ്ധനായിരിക്കുന്നു, നിങ്ങൾ. അപ്പം കണ്ടപ്പോൾ ഹോളി ഈ പദം പരിശുദ്ധാത്മാവിലുണ്ട്. 2 യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു. ദൈവം ആരാകുന്നു? ആത്മാവാകുന്നു, സ്പിരിറ്റ്. കണ്ടോ, ഇതും ഈ പദത്തിനകത്തുണ്ട്. ഗോസ്റ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് എന്ന്, ആത്മാവെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഈ 2 കൂടെ ചേരുമ്പോഴാണ് പരിശുദ്ധമാവുന്നത്. എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, പരിശുദ്ധി, വിശുദ്ധി. അതുപോലെ ദൈവ ആത്മാവാകുന്നു. ഇത് 2 കൂടെ ചേരുമ്പോൾ എന്താകുന്നു? പരിശുദ്ധാത്മാവാകുന്നു. എത്രക്ക് അത് കിട്ടുന്നുണ്ട്? ഓക്കെ, ഇനി നമ്മൾ ചില വാക്യങ്ങൾ വായിക്കാനായിട്ട് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും വായിക്കണം. ഞാൻ നിങ്ങളിന്ന് പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. ഇതാരും മിസ് ചെയ്യരുത്. ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ ദൈവത്തിലുള്ളതെല്ലാം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. യോഹന്നാൻ 14-15 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ നിർത്തി വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. 15 തൊട്ടുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എനിക്ക് ചേർന്ന് വായിക്കാം. 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ. പിതാവിനോട് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു ദൈവമായിരുന്നു. ഈ ദൈവം മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ അവതരിച്ച യേശു ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആമേ. ചില ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക് മനസ്സിലാകാനായി. എങ്കിലും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ദൈവം ഇപ്പൊ ഇരിക്കുന്നത് പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദവിടമായിരിക്കുന്നു. ആശയം മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടിയോ? സ്വർഗം എൻ്റെ സിംഹാസനം, ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി ദൈവത്തിൻ്റെ. ഒരിക്കലും എനിക്ക് എൻ്റെ പാദപീഠത്തോളം ചുരുങ്ങാൻ പറ്റത്തില്ല. എനിക്ക് പറ്റുമോ? നിങ്ങളാരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങളാരും ഇവിടെ ഇല്ല. ആമേൻ. ഉദാഹരണം, ഞാനൊരു കസേരയിലിരിക്കുന്നു. എൻ്റെ കാലിൻ്റെ താഴെ ഒരു സ്റ്റൂൾ ഉണ്ടെന്ന് വെച്ചോ. എൻ്റെ ഈ ശരീരത്തിൽ ഒരിക്കലും ആ സ്റ്റൂളിലേക്ക് എനിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതെൻ്റെ കാലുകളും വിശ്രമിക്കാനായി വെച്ചിരിക്കുന്ന സ്റ്റൂളാണ്. എൻ്റെ കാലുകൾക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ശരീരത്തെ മുഴുവനായി ഇതിലേക്ക് ഒതുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. അതിനാണ് നമ്മൾ വായിച്ചിട്ടുണ്ട്, നേരത്തെ വായിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. സ്വർഗം ദൈവത്തിൻ്റെതാകുന്നു, ഭൂമി ദൈവം ആർക്ക് കൊടുത്തിരിക്കുന്നു? മനുഷ്യപുത്രന്മാർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം ഈ ഭൂമിയുടെ സകല അധികാരവും ആർക്കാ കൊടുത്തിരിക്കുന്നത്? മനുഷ്യപുത്രന്മാർക്കാണ്.
ഈ ഭൂമിയിൽ വെളിപ്പെടുന്ന സകല മനുഷ്യരും ആരായിട്ടാ കാണുന്ന? മനുഷ്യ പുത്രന്മാരായിട്ടാണ് വെളിപ്പെടുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യരും എടുത്ത് ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യപുത്രനായി യേശു അറിയപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഈ ഭൂമി ജനിക്കുന്ന സകല മനുഷ്യപുത്രന്മാർക്കും ഒരു പിതാവുണ്ട് സ്വർഗത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇനി താഴോട്ട് 15 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ ആര്? പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 17 വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. പ്രൈസ് ഗോഡ്. അത്രയും മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഞാൻ പിതാവിനോട് ചോദിക്കാറ്, ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകാൻ പോവാം. കണ്ടോ? യേശു പറയാണ്, ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകാൻ പോവാം. പക്ഷെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ അപ്പനോട്, പിതാവിനോട് ഒരു കാര്യം ചോദിക്കും. ആരാ? എന്തിനെയാ? സത്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ ചോദിക്കും. സത്യത്തിൻ്റെ ആത്മാവിനെ ചോദിക്കും. ഒരു സത്യത്തിൻ്റെ ആത്മാവെന്ന അവിടെ എന്താ? മറ്റൊരു കാര്യസ്ഥനെ ഞാൻ ചോദിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നത് പോലെ, നിങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നത് പോലെ, നിങ്ങൾക്ക് വേണ്ടി കരുതിയത് പോലെ, നിങ്ങളെ നടത്തിയത് പോലെ നിങ്ങളെ നടത്തുവാൻ ഞാനിപ്പം ഈ ശരീരം വിട്ടു പോകാൻ പോവാം. പക്ഷെ നിങ്ങളെ നടത്തുവാൻ വേറൊരു കാര്യസ്ഥന് വേണ്ടി ഞാൻ പിതാവിനോട് ചോദിക്കും. ഹല്ലേലൂയ. അവന്റെ പ്രത്യേകത, നിങ്ങളോ അവിടെ വായിച്ച്, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അവനെ ഇനി പഴയ നിയമത്തിലേക്ക് ചെറിയൊരു ചരിത്രത്തിലേക്ക് പോയാൽ കുറെ കൂടെ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ഗോഡ്. പഴയ നിയമം വായിക്കുമ്പോൾ ദൈവം മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വന്ന പല സന്ദർഭങ്ങളുണ്ട്. സീനായ് പർവ്വതത്തിൽ ഒരു തീ പോലെ ദൈവം ഇറങ്ങി വന്നു. പർവ്വതം കുലുങ്ങിപ്പോയി. പേടിച്ച ആൾക്കാർ കണ്ടിട്ട് ദൈവത്തോട് അടുക്കാൻ ഭയമായിരുന്നു ആൾക്കാർക്ക്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം, ടാബർനാക്കിൾ ഉണ്ടാക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് 3 ഭാഗങ്ങൾ, വിശുദ്ധം, അതിവിശുദ്ധം, പ്രാകാരം. 3 ഭാഗങ്ങളാണ്. നമുക്ക് പിന്നീട് പഠിക്കാം. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം ഇറങ്ങത്തുള്ളൂ. ഈ അതിവിശുദ്ധ സ്ഥലത്ത് സാധാരണക്കാർക്ക് കയറാൻ പറ്റത്തില്ല. മനസ്സിലായോ? 3 ഭാഗങ്ങൾ അതിനെ തിരിച്ചിട്ടുണ്ട്. ആമേൻ. ഇത് ഹോളി ഓഫ് ഹോളിനെസ്. ഇവിടാണ് ദൈവം ഇറങ്ങുന്നത്. ഇവിടേക്ക്, ഈ ഭാഗത്തേക്ക് സാധാരണ ഇത് ശരിക്കും ഇത് മനസ്സിലാക്കണ ഇതിൻ്റെ ഇത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നീട് നമുക്കൊരു അവസരം ദൈവം തരും. ഇവിടെയാണ് പെട്ടകം ഇരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് തീ ഇറങ്ങും. ഒരു മനുഷ്യനും ഹോളിനെസ്സിൽ നിന്നും, ഹോളി പ്ലേസിൽ നിന്നും, പ്രാകാരത്തിൽ സാധാരണക്കാർക്കേ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ പുരോഹിതന്മാർക്ക് വരും. ഇവർക്ക് ആർക്കും ഈ ഭാഗത്തോട്ട് കയറാൻ പറ്റത്തില്ല. മഹാപുരോഹിതൻ ഒഴികെ ആണ്ടിലൊരിക്കൽ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. നോ വൺ ക്യാൻ എൻ്റർ ദിസ് പ്ലേസ്.
പിടികിട്ടിയോ? ജനത്തിന്റെ നടുവിൽ വെളിപ്പെട്ടെങ്കിലും ജനത്തിൽ നിന്ന് അകന്നാണ് നിന്നത്. ജനത്തിൽ നിന്ന് അകന്നാണ് നിന്നത്. ആമേൻ. കർത്താവ് ദൈവത്തിന്റെ മഹത്വം തന്നെ അവർക്ക് മുകളിലാണ്. മേഘങ്ങൾക്ക് മുകളിലൂടെ മേഘങ്ങളിൽ യാത്ര ചെയ്തു. ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഇന്ന് അതിൻ്റെ ക്ലാസ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. ഓക്കെ. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ ദൈവം, തീയായി വെളിപ്പെട്ട ദൈവം, പർവ്വതങ്ങളെ കുലുക്കിയ ദൈവം മനുഷ്യനായി അവരുടെ ഇടയിൽ. ഓ, എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? ആമേ. ഒരു സ്നേഹിതനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, അവരുടെ ഒരു ഗുരുവിനെ പോലെ ഒരു മനുഷ്യനായി അവരുടെ ഒപ്പമൊക്കെ നടന്നു. അവരുടെ കൂടെ ഭക്ഷിച്ചു, അവരുടെ കൂടെ ബോട്ടിൽ യാത്ര ചെയ്തു. ആമേ. അവരുടെ കൂടെ പാർത്തു. പക്ഷെ മനുഷ്യനായി. പക്ഷേ ഈ കൃപയുടെ ഗ്രേസ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അതേ ദൈവം, തീയായി വെളിപ്പെട്ട ദൈവം, മനുഷ്യരൂപത്തിൽ ശിഷ്യന്മാരുടെ ഇടയിൽ നടന്ന അതേ ദൈവം ഇപ്പോൾ പരിശുദ്ധാത്മാവായി നമ്മളിൽ ഇരിക്കുന്നു, നമ്മളിൽ വസിക്കുന്നു. എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? പ്രൈസ് ഗാഡ്. അപ്പം പുതിയ നിയമ വിശ്വാസികൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം എൻ്റെ കൂടെ നടക്കുകയല്ല, ഞാൻ ദൈവത്തിലും ദൈവം എന്നിലുമാണ്. ഇതാണ് നമ്മുടെ പ്രത്യേകത. പ്രൈസ് ഗാഡ്. യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലേക്ക് നോക്കിയ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ പലവട്ടം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് യേശു പ്രാർത്ഥിക്കാൻ മാറിപ്പോയി. ആ കഥ നമുക്കറിയാം ഇല്ലേ? 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം. കാടൽ ഇളകി മറിഞ്ഞു മക്കളെ. കൊടുങ്കാറ്റടിച്ചു, കാടൽ ഇളകി മറിഞ്ഞു. യേശു കൂടെ ഇല്ലായിരുന്നു. അവർ പേടിച്ചു. അവർ മരണത്തെ മുഖാമുഖം കണ്ടു. അവരോർത്തു ഇപ്പം ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അവർ പേടിച്ചു. എന്നാൽ 4-ാം യാമത്തിൽ യേശു അവരെ തേടി വെള്ളത്തിന്മീതെ നടന്നു വരുന്നു. നോക്കിക്കേ. അപ്പം 3 യാമങ്ങളിൽ യേശു കൂടെ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അതേ യേശു പരിശുദ്ധാത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. പ്രൈസ് ഗാഡ്. അവൻ നമ്മളിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു. എത്രക്ക് സന്തോഷമുണ്ട്! എത്രക്ക് സന്തോഷമുണ്ട്! ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അല്പം കഴിഞ്ഞൊരു കാര്യം പറയാം. അതിന്റെ 17-ാം വാക്യം വായിച്ചു. ഇനി അടുത്തത്. ആമേൻ. 14:23 വാക്യം ഞാൻ വായിക്കുന്നു. യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത വരി ശ്രദ്ധിച്ചേ. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഓക്കെ. എത്രയൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്? ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പരിശുദ്ധാത്മാവിൽ ആരുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്. പ്രൈസ് ഗാഡ്. ഇപ്പൊ ഞങ്ങൾ അവനോടുകൂടെ വന്ന് എന്ത് ചെയ്യും? വാസം ചെയ്യും. പ്രൈസ് ഗാഡ്. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. 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 യോഹന്നാൻ 14:23 നമ്മൾ വായിച്ചല്ലോ. 1 കൊരിന്ത്യർ 3:16. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ പോൾ പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. 1 കൊരിന്ത്യർ 6:19, 1 കൊരിന്ത്യർ 3:16 ആദ്യം വായിച്ചത്. 1 Corinthians 3:16. രണ്ടാമത് ഞാൻ വായിച്ചത് 1 Corinthians 6:19. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരങ്ങൾ എന്ന്. പ്രൈസ് ഗാഡ്. ആ 2 വാക്യം കിട്ടിയല്ലോ. ഇനി മൂന്നാമത് എഫേഷ്യൻസ് 2:22. എഫേസ്യർ 2:22. എഫേസ്യർ 2:22. അവരിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന്. കണ്ടോ, ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന്. അപ്പോൾ ഞാനിങ്ങനെ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്റെ ശരീരത്തെ ദൈവത്തിൻ്റെ വാസസ്ഥലമായാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എത്രക്ക് സന്തോഷമുണ്ട്. എന്റെ ശരീരത്തെ പാപത്തിനു വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ ശരീരത്തെ ദൈവത്തിന്റെ വാസസ്ഥലമായി. Praise God. Hallelujah. എത്രക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും. എന്റെ ആ ഭാഗങ്ങൾ വായിക്കണം. 1 കൊരിന്ത്യർ 3 മുകളിലും താഴോട്ടൊക്കെ നിങ്ങൾ വായിക്കണം. 6-ാം അധ്യായത്തിൽ വായിക്കണം. അപ്പൊ എന്റെ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചത്, ഈ ഭൂമിയിൽ ദൈവം എൻ്റെ ഈ ശരീരത്തെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വീടായിട്ടാണ്, വാസസ്ഥലമായിട്ടാണ്, ഭവനമായിട്ടാണ്, മന്ദിരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത്. എത്രക്ക് സന്തോഷമുണ്ട്, എത്രക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നിൽ വസിക്കുക എന്നുള്ളതാണ്. എത്രക്ക് സന്തോഷമുണ്ട്. ആമേൻ. എത്ര ഭാഗ്യമുള്ളവരാ നമ്മൾ. Praise God. Hallelujah. എത്ര ഭാഗ്യമുള്ളവരാ നമ്മൾ. ഒന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എന്നിൽ ദൈവം വസിക്കുന്നു. നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് എന്നിൽ ദൈവം വസിക്കുന്നു. എന്നിൽ ദൈവം വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു, എന്നിൽ ദൈവം വസിക്കുന്നു. എന്നിൽ ദൈവം വസിക്കുന്നു. Hallelujah. Hallelujah. Praise God. 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 Hallelujah. എന്നിൽ ദൈവം വസിക്കുന്നു. Amen. അപ്പൊ എന്നിൽ ദൈവം വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്നിൽ ദൈവം വസിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ് 14:18 യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ മുൻപിൽ ഒരു മനുഷ്യപുത്രനായിട്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം വരും, ഞാൻ നിങ്ങളെ വിട്ടുപോകും. ഈ ശരീരം നിങ്ങളുടെ മധ്യത്തിൽ എടുക്കപ്പെടും, എങ്കിലും ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ നിങ്ങളുടെ എടുക്കൽ വരും. ഞാൻ നിങ്ങളുടെ എടുക്കൽ വരും. ഞാൻ നിങ്ങളുടെ എടുക്കൽ വരും. എങ്ങനെ? പരിശുദ്ധാത്മാവായി, ആ കാര്യസ്ഥനായി ഞാൻ നിങ്ങളുടെ എടുക്കൽ വരും. ഞാൻ നിങ്ങളിലിരിക്കും, നിങ്ങളിൽ വസിക്കും, നിങ്ങളോട് കൂടെ ഇരിക്കും. എത്രക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ഗാഡ്. അതാണ് അതിന്റെ 19-ാം വാക്യം. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. വാവ്. ഇന്ന് 2025 വർഷം മുൻപ് യേശു പറയുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കാം. 2025 വർഷം മുൻപ് യേശു ശിഷ്യന്മാരുടെ കൂടെ നിന്ന് ജനത്തോട് പറയുകയാണ്, അല്പം കൂടെ കഴിയുമ്പോൾ ഈ ശരീരത്തെ ലോകം കാണത്തില്ല.
ഈ ശരീരത്തെ യേശു പറയാ, ഞാൻ എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ശരീരം ഒന്നല്ല. അന്ന് യേശു ഏത് ശരീരത്തിലായിരുന്നു ക്രിസ്തു വസിച്ചിരുന്നത്? ക്രിസ്തു വസിച്ച ആ ശരീരത്തെ ലോകം കാണത്തില്ല. ലോകം എന്ത് ചെയ്യത്തില്ല? അല്പം കൂടെ കഴിയുമ്പോൾ ലോകം ഈ ശരീരത്തിൽ കാണത്തില്ല. പക്ഷെ നിങ്ങൾ കാണും, നിങ്ങൾ കാണും, നിങ്ങൾ കാണും. ഹല്ലേലൂയ. പിന്നൊന്ന് വായിച്ചേ, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അടുത്തെന്താണ്? ഞാൻ ജീവിക്കുന്നത് കൊണ്ട് പ്രൈസ് ഗോഡ് നിങ്ങളും ജീവിക്കും. 19-ാം വാക്യം, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. പിടികിട്ടിയോ? അപ്പൊ ലോകത്തിന് കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അനുഭവിക്കാം, നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ നിങ്ങളിൽ വസിക്കും. എങ്ങനെ? പരിശുദ്ധാത്മാവായി. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവായി. പ്രൈസ് ഗോഡ്. അതിൻ്റെ 21-ാം വാക്യം. അപ്പം എത്രയൊക്കെ സന്തോഷമുണ്ട്. അപ്പൊ ഒന്ന്, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ അവന്റെ അനാഥത്വം മാറിപ്പോവും. എത്രക്കത് പിടികിട്ടുന്നുണ്ട്? പ്രൈസ് ഗോഡ്. അവനൊറ്റയ്ക്കല്ല, അവനൊറ്റയ്ക്കല്ല, അവൻ ലോൺലി അല്ല, അവൻ ഒറ്റപ്പെട്ടവനല്ല, അവൻ അനാഥനല്ല. അവന്റെ ഒപ്പം ആരുണ്ട്? ദൈവമുണ്ട്. പറ, ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുമ്പോൾ ദൈവം എന്നിൽ വസിക്കുന്നു. പറഞ്ഞേ, ദൈവം എന്നിൽ. ഒന്ന് പറ, ദൈവം എന്നിൽ വസിക്കുന്നു, വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്നിൽ വസിക്കുന്നു. ഹലോ. Praise God. Amen. Jesus. Praise God. Hallelujah. ഈ തിരമാലയൊക്കെ അടിച്ചുയർന്ന സമയത്ത് കടലിൽ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അതിന്റെ അർത്ഥം ഞങ്ങൾ നശിക്കാൻ പോവുക, ഞങ്ങൾ ഇല്ലാതായി തീരാൻ പോവുക, ഞങ്ങൾ ഈ കടലിൽ മുങ്ങാൻ പോവാ. എന്താ കാരണം? ആമേൻ. വാവ്, പിടിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? കാരണം ക്രിസ്തു വേറൊരു ശരീരത്തിലാണ് ഇനി വസിക്കുന്നത്. എത്രക്കത് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ഗോഡ്. അവർക്കറിയാം യേശുവിന് ഏത് സാഹചര്യത്തിലും എങ്ങനെ രക്ഷപ്പെടും. പക്ഷെ അവരുടെ കാര്യമോ? നിങ്ങൾക്ക് പിടികിട്ടോ ഞാൻ ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? കാരണം ക്രിസ്തു അല്ലെങ്കിൽ ദൈവം വേറൊരു ശരീരത്തിലാണ് വസിക്കുന്നത്. യേശു എന്ന നാമകരണമുള്ള ശരീരത്തിലാണ് ആര് വസിക്കുന്നത്? ദൈവം വസിക്കുന്നത്. പിടികിട്ടിയോ? ഇച്ചിരി കട്ടിയാന്ന് തോന്നുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? Praise God. പക്ഷെ ഇപ്പോൾ now hallelujah, hallelujah, ദൈവം ക്രിസ്തു എന്ന പേര്, യേശു എന്ന പേരുള്ള നാമകരണമുള്ള ആ മനുഷ്യ ശരീരത്തിൽ ദൈവം വസിച്ചതുപോലെ തന്നെ എന്നിലും നിന്നിലും വസിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്രക്ക് അത് മനസ്സിലാകുന്നുണ്ട്? എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? അല്പം കൂടെ ഞാൻ പറയാം, അല്പം കൂടെ ക്ലിയർ ആക്കാൻ നിങ്ങളെ. പ്രൈസ് ഗോഡ്. യേശു ആ പ്രതികൂലത്തിന്റെ നടുവിൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ഒരു ബോട്ട് ശക്തമായി കിടന്നൊലയുക. ഒരു ബോട്ട് ശക്തമായി കിടന്നൊലയുക. കാറ്റ് ശക്തമായി അടിക്കുന്നു, ബോട്ട് ശക്തമായി കിടന്ന് ഒലയുന്നു. പക്ഷെ യേശു അവിടെ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ യാത്രയിൽ എന്താ യേശു ചെയ്തത്?
അമ്മരത്ത് തലയെണ്ണ വെച്ച് നല്ലപോലെ ഉറങ്ങുക, സുഖമായി കിടന്നുറങ്ങുക. ഹല്ലേലൂയ. എത്രക്കത് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. എത്രക്കത് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. സുഖമായി കിടന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കടൽ യാത്രയിൽ ഞങ്ങളിങ്ങനെ ഒരു ബോട്ടിൽ പോയപ്പോൾ തിരമാലകളുടെ ശക്തി കാരണം ഞങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കുക. ഞാനിങ്ങനെ അത് കൈ വിട്ടപ്പോഴത്തേക്ക് എൻ്റെ തല മണ്ടക്കിടിച്ചിങ്. അപ്പം ഞാനിങ്ങനെ അപ്പം ഞാനിപ്പോൾ ഓർക്കുകയാണ്, യേശു എങ്ങനെ ഉറങ്ങിയതിൻ്റെ അമരത്ത് ഇങ്ങനെ തല വെച്ചിങ്ങനെ സുഖമായി കിടന്നുറങ്ങി. ഇവരാകപ്പാടെ വെപ്രാളം തള്ളുകയാണ്. ഇവർ വെള്ളം കൂരിക്കളയുന്നു, തുഴയാൻ നോക്കുന്നു, ആ ബോട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ യേശു കർത്താവ് അമരത്ത് സുഖമായി കിടന്നുറങ്ങുന്നു. പ്രൈസ് ഗാഡ്. അതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാമോ? യേശുവിൽ ആരുണ്ടായിരുന്നു? പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. 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 ഒന്നുകൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. 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 പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന് നടുവിലും സുഖമായി ഉറങ്ങുവാൻ, സുഖമായി ഉറങ്ങുവാൻ, സുഖമായി ഉറങ്ങുവാൻ, സുഖമായി ഉറങ്ങുവാൻ, സുഖമായി ഉറങ്ങുവാൻ, സുഖമായി ഉറങ്ങുവാൻ ലൈഫ് ജാക്കറ്റിന്റെ ആവശ്യമില്ല. ആമേൻ. ഒരിടത്ത് പിടിച്ചിരിക്കേണ്ട വന്നില്ല. സുഖമായി കിടന്നുറങ്ങി. പ്രൈസ് ഗാഡ്. കാരണം പരിശുദ്ധാത്മാവുണ്ടോ, ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിനക്ക് 100% ഉറപ്പിക്കാം, ദൈവം നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവുള്ളവനെ ലോകത്തിന്റെ പ്രതികൂലങ്ങൾക്ക് ഇളക്കാൻ പറ്റത്തില്ല, ചഞ്ചലിപ്പിക്കാൻ പറ്റത്തില്ല, ഭയപ്പെടുത്താൻ പറ്റത്തില്ല, ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലാത്തവനോ കാറ്റ് കണ്ട് കോള് കണ്ട പേടിക്കും. അവൻ പേടിച്ച് ബൈബിൾ വായിക്ക്. പൗലോസിന്റെ അവസാന യാത്രയിൽ 27 അപ്പോസ്തലർ 27 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 14 ദിവസമായി സൂര്യനെ കാണാനില്ല, ശക്തമായ ഇരുട്ട്, കടലിന്റെ നടുവിൽ, എങ്ങോട്ടാണ് കപ്പൽ പോകുന്ന ഒരു പിടുത്തവുമില്ല. 14 ദിവസമായി കപ്പലുള്ള ആരും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. കപ്പലുള്ള സാമാനങ്ങളെല്ലാം പുറത്തെടുത്തെറിഞ്ഞു. പക്ഷേ ഒരാൾ കൂളായിട്ടിരിക്കുകയാണ്. പ്രൈസ് ഗാഡ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. പ്രൈസ് ഗാഡ്. കപ്പലിലുള്ള എല്ലാവരും, കപ്പലിന്റെ ഉടമ, കപ്പലിന്റെ ക്യാപ്റ്റൻ, കപ്പലിലെ ജീവനക്കാർ, മറ്റ് തടവുകാർ, സെഞ്ചൂറിയൻസ്, ശതാധിപന്മാർ, ഇവരെല്ലാം ആകപ്പാടെ വെപ്രാളപ്പെട്ട മരണത്തെ മുഖാമുഖം കാണുന്നു. വെള്ളം കുടിച്ച് ഇറങ്ങുന്നില്ല, ആഹാരം കഴിച്ചാൽ ഇറങ്ങുന്നില്ല, മരണത്തെ മുഖാമുഖം കാണുക. പക്ഷെ ഒരാൾ, പൗലോസ്, സുഖമായിട്ട് മുറിക്കകത്തിരുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുക. അദ്ദേഹത്തിന് ടെൻഷൻ ഇല്ല, അദ്ദേഹത്തിന് ഫിയർ ഇല്ല, അദ്ദേഹത്തിന് വെപ്രാളമില്ല, അദ്ദേഹത്തിന് പേടിയില്ല, അദ്ദേഹത്തിന് ഭയമില്ല. കാരണം തനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിസ്സാര കാര്യമല്ല. പ്രൈസ് ഗാഡ്. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ സകല ഭയങ്ങളെ ജയിക്കും. സകല ഭയങ്ങളെ ജയിക്കും. സകല ഭയങ്ങളെ ജയിക്കും. സകല ഭയങ്ങളെ ജയിക്കും. പിടികിട്ടിയോ ഞാൻ പറയുന്നത്? ഹല്ലേലൂയ.
ഹല്ലേലൂയ. Hallelujah. ഒരിക്കലും കൂടെ പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. Hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ഗോഡ്. Amen. എന്നാൽ ശിഷ്യന്മാരാകപ്പാട് ടെൻഷനായി. എന്നാൽ ഇതേ ശിഷ്യന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് Amen. അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഇതേ ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മ വന്നപ്പോൾ Amen. അവര് നേരിട്ട വിഷയങ്ങളിലെല്ലാം അവർ ധൈര്യത്തോടെ നിന്ന് Hallelujah. ഒന്നിനു വരെ ഇളക്കാൻ പറ്റിയില്ല. Amen. ഒന്നിനു വരെ ഭയപ്പെടുത്താൻ പറ്റിയില്ല. Hallelujah. ഒന്നിനു അവരെ തളർത്താൻ പറ്റിയില്ല. Amen. കരങ്ങൾ ഉയർത്തി ഹാലലൂയ പറഞ്ഞാട്ടെ. Hallelujah. സന്തോഷത്തോടെ ഹാലലൂയ. Hallelujah. Praise the Lord. Thank you, Jesus. ലൗകുസദലബ സതലബോറബശക. കരങ്ങൾ ഉയർത്തി ഹാലലൂയ. Hallelujah. സന്തോഷത്തോടെ ഹാലലൂയ. Hallelujah. Praise God. Amen. Praise God. Hallelujah. Praise God. Amen. 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 Praise God. Hallelujah. Amen. Jesus. യേശുവിനെ തട്ടിയുണർത്തി യേശു എഴുന്നേറ്റ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. Amen. കാറ്റെ അടങ്ങുക, Hallelujah. കടലേ ശാന്തമാകുക. Amen. കാറ്റെ അടങ്ങുക, Amen. കടലേ ശാന്തമാകുക. Hallelujah. കണ്ടോ? Jesus. അപ്പൊ ദൈവമുള്ള വ്യക്തിയും ദൈവം ഉള്ളിൽ വസിക്കുന്ന വ്യക്തിയും Amen. വസിക്കാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? Hallelujah. എത്രയൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്? Amen. Jesus. ദൈവമുള്ളവൻ പ്രതികൂലങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു അടങ്ങ, Jesus. ശാന്തമാക. Amen. അടങ്ങ, ശാന്തമാക. ദൈവം ഇല്ലാത്തവൻ പറഞ്ഞു അയ്യോ ഞങ്ങളിപ്പോ നശിച്ചു പോകും, ഞങ്ങളിപ്പോൾ അവസാനിക്കാൻ പോവാ, ഞാനിപ്പോ മരിക്കാൻ പോവാ, ഞാൻ തീരാൻ പോവാ. ഹലോ, Hallelujah. എത്ര പേരുടെ ഉണ്ട്? Amen. എത്ര പേരുടെ ഉണ്ട്? Amen. പരിശുദ്ധാത്മാവിനെ അക്നോളജ് ചെയ്ത, Amen. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവുള്ള, Amen. തന്റെ മേലുള്ള ആത്മാവിനെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള Yes. യേശു, ആമേൻ, ആ പാടകന്റെ അമരത്ത് കിടന്നുറങ്ങി Amen. എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതുപോലെ. Hallelujah. ഉടലബ ശിഖലദലഗലബബബ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് അത് പിടികിട്ടി? Hallelujah. എത്ര പേർക്ക് അത് മനസ്സിലായി? Amen. കരങ്ങൾ ഉയർത്തി ഹാലലൂയ. Hallelujah. സന്തോഷത്തോടെ ഹാലലൂയ. Hallelujah. ഒരിക്കൽ കൂടെ ഹാലലൂയ. Hallelujah. Jesus. ആമേൻ. Amen. Praise God. Amen. Praise God. Hallelujah. 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 Praise God. Praise God. Hallelujah. Praise God. Hallelujah. Amen. Jesus. Amen. 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 ഞാൻ ഒരു ഇൻസിഡന്റ് ഓർക്കുകയാണ്. ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ദൈവം എന്നെ ബലപ്പെടുത്തിയൊരു ഇൻസിഡന്റ് പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അത് വലിയൊരു ഒരു വലിയ ജനത്തിരക്കുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര തിരക്ക്, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ കാണാൻ പോയ സമയം ഇപ്പം ഞങ്ങളുടെ മോനുണ്ട്, മോളുണ്ട്, ഞങ്ങളുണ്ട്, പിന്നെ ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഫാമിലി ഉണ്ട്, പിന്നെ 2-3 പേര് സ്നേഹിതരായിട്ടുള്ളവരുണ്ട്. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ തിരക്ക്, ഭയങ്കര തിരക്ക്. അപ്പോൾ ജനക്കൂട്ടത്തിനിടയിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നു. ഞാൻ ഷൂറ്റിങ് നടന്നു പോകും. അപ്പം ഞാൻ നോക്കുമ്പോൾ ജോഷോ പുറത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പം ജോഷോ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ക്യാമറ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വരിക. അപ്പം ജോഷോയുടെ കൂടെ ഒരു മോനും ഉണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന്. അപ്പം ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റാണ്. ഒരു സ്ഥലത്ത് വന്നപ്പോൾ
ഞാൻ ഈ സ്വീറ്റിൽ നിന്ന് സ്വീറ്റ് പറഞ്ഞ ചേച്ചാ മതി, തിരിച്ച് മുന്നോട്ട് പോകാൻ ഇച്ചിരി ദൂരമുണ്ട്, മതി, എല്ലായിടത്തും ഒരുപോലെയാണ്, നമുക്ക് തിരിച്ചു പോകാം. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പാസ്റ്റർ പെട്ടെന്ന് എൻ്റെ അടുത്ത് ജോഷുവെ കണ്ടോ എന്ന് ചോദിച്ചു. ജോഷു നിങ്ങളുടെ ഉണ്ടോ? പെട്ടെന്ന് ഞാൻ അടുത്ത പദം അദ്ദേഹം പറയുക ജോഷുവ മിസ്സായെന്ന്. ജോഷുവ മിസ്സിങ് ആണ്. കാരണം ഞങ്ങൾ ചെന്നിറങ്ങിയ ദിവസമാണ്, രണ്ടാമത്തെ ദിവസം. ഞങ്ങളുടെ ഈ സിമ്മില്ല, ഫോൺ വെറുതെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനുള്ള സൗകര്യമില്ല. കാര്യം ഞങ്ങൾ ഓർത്ത് ചുരുക്ക ദിവസങ്ങളുള്ളല്ലോ, താമസിച്ചിടത്തെല്ലാം വൈഫൈ ഉണ്ട്, അത്ര ബുദ്ധിമുട്ടില്ല. എന്നോട് എന്താ പറയുക, ജോഷുവ മിസ്സിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ കൂടെയുള്ള പയ്യനോട് പാസ്റ്റർ ചോദിച്ചു, പറഞ്ഞു അവർ ഒരുമിച്ചായിരുന്നു, പക്ഷെ എവിടെയോ വെച്ച് അവരിങ്ങനെ ഫോട്ടോ എടുത്ത് പുള്ളി എന്തോ ആവശ്യത്തിന് ഏറെ കടയിൽ കയറി. ഇപ്പൊ ജോഷി ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോയി, കാണുന്നില്ല. അപ്പനെന്നിൽ എനിക്ക് വല്ലാത്ത ടെൻഷനായി പോയി. ഞാൻ ടെൻഷൻ അടിച്ച് എൻ്റെ കർത്താവേ, ഞാൻ ചോദിച്ചു എവിടെ പോയി, അവനെ കാണാനില്ല. എവിടെയെങ്കിലും എങ്ങനെ കണക്ട്, ആയിരക്കണക്കിന് ആൾക്കാരാണ്, പല രാജ്യക്കാർ, പല ഭാഷക്കാർ. ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും? ഈ പല വഴികൾ കൊണ്ട് എങ്ങോട്ട് പോയി തപ്പി ഒരു പിടുത്തമില്ല. ആദ്യം എനിക്ക് ടെൻഷൻ ഉണ്ടായി, തീർച്ചയായിട്ടും. അപ്പന്മാരാകുമ്പോൾ ഉണ്ടാവുമല്ലോ, അമ്മമാർക്കുണ്ടാവും. എനിക്ക് ഭയങ്കര ആദ്യം എൻ്റെ ഉള്ളിൽ കയറി ഭയങ്കരമായിട്ട്. പക്ഷെ അല്പം കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ തന്ന, അതാണ് ഞാനൊന്ന് പറയാൻ വന്നത്. എന്നോട് ദൈവം പറഞ്ഞു, നിന്റെ മോൻ്റെ മേൽ വലിയ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് അവൻ നഷ്ടപ്പെടത്തില്ല. Praise God. Amen. എന്നെ ഉറപ്പിച്ചത് കണ്ടോ, പരിശുദ്ധങ്ങൾ കൂടെ ഇരുന്നാൽ. പരിശുദ്ധം എന്നെ ഉറപ്പിക്കുക. നീ ഒന്ന് ചിന്തിച്ചേ, നിന്റെ മോന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ, നീ അതിൽ ബലപ്പെട, അവൻ തിരിച്ചു വരും, അവൻ സുരക്ഷിതമായി എത്തും. Praise God. അപ്പൊ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ടെൻഷൻ കൂളായി. ആദ്യം അല്പസമയം ഇച്ചിരി ടെൻഷൻ ഉണ്ട്, പിന്നെ കൂളായി. കാരണം വാഗ്ദത്തം, പരിശുദ്ധം എന്നെ ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞില്ല, അവൻ വരും. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ സ്കാറ്റർ ചെയ്ത് പോയെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിന്നിട്ട് പാസ്റ്ററും മറ്റേ മോനും പറഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ ആ റൂട്ട്, അതേ റൂട്ടിൽ നിന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ചെന്നപ്പോൾ ജോഷയെ കണ്ടു. ജോഷയെ ഞങ്ങളെ തപ്പി നടക്കും, ഞങ്ങൾ അവരെ നോക്കി നടക്കുക. അവനെവിടെയോ മിസ്സായി പോയുള്ളൂ. നോക്കുമ്പോൾ കാര്യം ഇത്രയും വലിയ ജനക്കൂട്ടമാണ്, ആയിരക്കണക്കിന് ജനം, ഇതിനകത്ത് മിസ്സായി. ജോഷ ഇങ്ങനെ ഞങ്ങളെ തപ്പി നടക്കുക. അവിടെ എല്ലാം ഞങ്ങളെ കാണുന്നില്ല ജോഷെ, ഞങ്ങൾ നോക്കിയിട്ട് അവരെയും കാണുന്നില്ല. പ്രൈസ് ഗോഡ്. അവസാനം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ, അല്ല 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എടുക്കൽ വന്നു. ആ ഇൻസിഡന്റ് ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഓർത്തു. പ്രൈസ് ഗോഡ്. എത്രക്കത് മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ. 27 അപ്പോസ്തല പ്രവൃത്തി നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ മരണത്തെ മുഖാമുഖം കണ്ടു പേടിച്ച് അടുത്ത നിമിഷം ഞങ്ങൾ നശിച്ചു പോകും, മരിച്ചു പോകും എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് നടന്നപ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനെ ബലപ്പെടുത്തി, നീ സീസറിന്റെ മുമ്പിൽ നിൽക്കോ, നീ മരിക്കത്തില്ല, നിന്നോട് കൂടെയുള്ളവരെ ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാവും? എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? നിന്നോട് കൂടെയുള്ളവരെ ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. ആമേൻ. നീ സീസറിന്റെ മുമ്പിൽ നിൽക്കും, നീ സീസറിന്റെ മുമ്പിൽ, നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കും. നിന്നോട് കൂടെയുള്ളവരെ ഞാൻ നിനക്ക് എന്ത് ദാനമായി നൽകിയിരിക്കുന്നു. Praise God. ആ വചനത്തിൽ ആര് ബലപ്പെട്ടു? പോള് ബലപ്പെട്ടു. എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? പോള് ബലപ്പെട്ടിട്ട് കൂടെയുള്ളവരോട് പറയാം, ഇനിയും പേടിക്കണ്ട, കപ്പലിനല്ലാതെ ഒന്നിനൊരു ദോഷം വരാൻ പോകുന്നില്ല. നിങ്ങൾ ഭക്ഷിച്ച് ബലപ്പെട, നിങ്ങൾ വെള്ളം കുടിക്കുക, നിങ്ങൾ ആഹാരം കഴിക്കുക. ഇതാണ് പരിശുദ്ധാത്മാവ് ഉള്ളവന്റെ പ്രത്യേകത. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ആ ഇൻസിഡന്റ് ഈ ഭാഗം പരിശുദ്ധനെ ഓർപ്പിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ഇൻസിഡന്റ് ആണത്. പ്രൈസ് ഗോഡ്. ദൈവം എന്നെ ബലപ്പെടുത്തി. കാരണം ഫോൺ വിളിക്കാൻ ഞങ്ങൾ സിം എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് ആർക്കും സിം ഇല്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എവിടാന്ന് അറിയത്തില്ല, ലൊക്കേഷൻ അറിയുന്നില്ല.
പക്ഷെ സ്വർഗത്തിലെ ദൈവം Hallelujah. ആ സമയത്തിനെ ബലപ്പെടുത്തി. ഇല്ല മോനെ. പ്രൈസ് ഗോഡ്. Amen. പ്രൈസ് ഗോഡ്. Amen. വാഗ്ദത്തമുള്ള നിന്റെ സന്തതി Amen. ഒരിടത്തും നഷ്ടപ്പെട്ടു പോകാൻ Hallelujah. ദൈവം അനുവദിക്കത്തില്ല. Amen. കരങ്ങൾ ഉയർത്തി ഹാലലിയ പറഞ്ഞാട്ടെ. Hallelujah. സന്തോഷത്തോടെ ഹാലലിയ പറഞ്ഞാട്ടെ. Hallelujah. ഒരിക്കൽ കൂടെ ഹാലലിയ പറഞ്ഞാട്ടെ. Hallelujah. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. പ്രൈസ് ഗോഡ്. Amen. ആമേൻ. Amen. ഇനി അടുത്ത അല്ല കർത്താവ് ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. പറഞ്ഞ അനാഥനായി വിടത്തില്ല അനാഥനായി വിടത്തില്ല എന്ന് പറഞ്ഞ ഞാൻ നിന്റെ കൂടെ എപ്പോഴും കാണും. ആമേൻ. എപ്പോഴും ആമേൻ. പറഞ്ഞ് എപ്പോഴും 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 24 മണിക്കൂറും Amen. ഞാൻ ഉറങ്ങുമ്പോഴും ആമേൻ. ഉറങ്ങുമ്പോഴും ആമേൻ. ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴും ആമേൻ. ആര് കൂടെ ഉണ്ട്? അതുകൊണ്ട് പിശാച് വന്ന് മാന്താത്തത്. ഹലോ Hallelujah. ഹലോ, Hallelujah. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? Thank you, Jesus. ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുടെ തൊണ്ടയ്ക്ക് വന്ന് പിടിക്കുന്നു. കേട്ടിട്ടുണ്ട്, പലരും പ്രാർത്ഥിച്ച് ഡെലിവേർഡ് ആയിട്ടുണ്ട്. തൊണ്ടയ്ക്ക് പിടിക്കുന്നു, ചാടി എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടെ മാന്തിയ പാട്, ഇവിടെ മാന്തിയ പാട്, ഇവിടെ പിടിച്ച പാട്, ഇങ്ങനൊക്കെ. ഹലോ, Amen. ഞങ്ങളൊരു വീട്ടിലൊരു സഹോദരൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണം. ഭാര്യ ജോലി കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് വന്ന് കിടക്കുന്ന സമയത്ത് ഒരുത്തൻ വന്ന് മുന്നി നിൽക്കുക. അവൻ കയറി പിടിക്കും ഭാര്യയെ. പിശാച് ഇറങ്ങി നിൽക്കുക മുറിക്കകത്ത്. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ആ സ്ത്രീയുടെ 2 കൈയിലും പാടുകളാ. ഇങ്ങനെ മാന്തിയ പാട്, ഇങ്ങനെ മാന്തിയ മാർക്ക് 2 കൈയിലും കാണാം. പിശാച് രാത്രിയിൽ വന്ന് അവരെ കയറി പിടിക്കും. ഇച്ചിരിയുടെ പറഞ്ഞ പേടിക്കരുത്. ചിലരുടെയൊക്കെ മുറിയിലൊക്കെ പിശാച് വന്നിട്ട് അവരോട് കയറി കിടക്കും. ചില വ്യക്തികളുമായിട്ടൊക്കെ സാത്താൻ ശാരീരിക ബന്ധം ഉണ്ടാവും. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എത്രയൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്? Hallelujah. ഭയാനകമായി ഞെട്ടിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പിശാച് വീടിൽക്കുള്ളിൽ വന്ന് ചെയ്യും. പക്ഷേ ദൈവത്തിന് മന്ദിരത്തെ തൊടാൻ Amen. എത്രയൊക്കെ സന്തോഷമുണ്ട്? Hallelujah. ദൈവത്തിന്റെ മന്ദിരത്തെ തൊടാൻ, Amen. ദൈവത്തിന്റെ മന്ദിരത്തെ തൊടാൻ, Hallelujah. ദൈവത്തിന്റെ മന്ദിരത്തിൽ തൊടാൻ, Amen. ദൈവത്തിന്റെ മന്ദിരത്തെ തൊടാൻ, Amen. ദൈവത്തിന്റെ മന്ദിരത്തെ തൊടാൻ. Hallelujah. അയച്ചിട്ടില്ലേ? ദൂതന്മാർ ഇറങ്ങി വന്ന് മനുഷ്യ സ്ത്രീകളുമായി സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഇന്നും നടക്കുന്നുണ്ടെന്നേ. ഇന്നും പിശാച് പല വ്യക്തികളുമായി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരെ പലയിടങ്ങളിൽ നടന്ന കേസുകളുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അകത്തൂലും അവന് കയറാൻ പറ്റത്തില്ല. Hallelujah. നമ്മുടെ കോമ്പൗണ്ടിൽ പോലും അവന് കാല് വെക്കാൻ പറ്റത്തില്ല. Amen. കാരണം ആമേൻ, Amen. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ളത് കൊണ്ട്. Hallelujah. എത്രയൊക്കെ സന്തോഷമുണ്ട്? Amen. നിന്നെ അവന് തൊടാൻ പറ്റത്തില്ല. Amen. നിന്നെ ഞോണ്ടാൻ പറ്റത്തില്ല. Amen. നിന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. Amen. പ്രൈസ് ഗോഡ്. Hallelujah. കാരണം നിന്റെ ശരീരം ദൈവത്തിന്റെ വീടാണ്. Amen. Hallelujah. എത്രയ്ക്ക് സന്തോഷമുണ്ട്? Hallelujah. ആമേൻ. Amen. എന്റെ ശരീരം ദൈവത്തിന്റെ വീടാ. Amen. ഒന്ന് പറഞ്ഞു, എന്റെ ശരീരം എന്റെ ശരീരം ദൈവത്തിന്റെ വീടാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ലോകത്തെ പാലസസ്, കൊട്ടാരങ്ങൾക്ക് ചുറ്റും എത്ര വലിയ കാവലുള്ളത്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? Hallelujah. ചില മാസങ്ങൾക്ക് ഞങ്ങൾ ബോംബെ ചെന്ന സമയത്ത് ഈ അംബാനിയുടെ വീട്, റിലയൻസിന്റെ സ്ഥാപനം അംബാനിയുടെ വീട് കാണാനായിട്ട് ആ റൂട്ടിൽ കൂടെ പോയപ്പോൾ അതിന് ചുറ്റുമുള്ള സെക്യൂരിറ്റിയെ കാണണം. ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഇന്ത്യയിലെ ഒരു ബിസിനസ്സുകാരന് ചുറ്റും, സമ്പന്നനായ ബിസിനസ്സുകാരൻ്റെ വീടിന് ചുറ്റും ഇത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം വസിക്കുന്ന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവം വസിക്കുന്ന, ആമേൻ, ദൈവം വസിക്കുന്ന, ആമേൻ, ദൈവം വസിക്കുന്ന ആമേൻ എന്റെ ശരീരത്തിന് ചുറ്റും ഹല്ലേലൂയ, ദൂതന്മാരുടെ ഹല്ലേലൂയ വലിയൊരു സംഘം,
Jesus' name. ഉഡലബലബ ശിഗലബലബലബ ഉഡലഗ ധലഗല ബൂലബല തീരഗല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഉഡലബലബ ശിഖല തീല റസംഗല ബബബ. ദൂതന്മാരുടെ Amen. ഇനി നീ പേടിക്കരുത്, Amen. നീ പേടിക്കരുത്. Amen. ധൈര്യത്തോട് പറയണം, Hallelujah. എന്റെ ശരീരം Amen. ദൈവം വസിക്കുന്ന മന്ദിരമാണ്. Hallelujah. എന്റെ ശരീരം Amen. ദൈവം വസിക്കുന്ന മന്ദിരമാണ്. Hallelujah. എന്റെ ശരീരം Amen. ദൈവം വസിക്കുന്ന മന്ദിരമാണ്. Amen. എന്റെ ശരീരം Amen. ദൈവം വസിക്കുന്ന മന്ദിരമാണ്. Amen. എന്റെ ശരീരം എന്റെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. വസിക്കുന്ന മന്ദിരമാണ്. ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ വീടാണ്. ദൈവത്തിന്റെ ഈ വീടാണ്. ഭൂമിയിലെ ദൈവത്തിന്റെ വീടാണ്. ദൈവത്തിന്റെ വീടാണ്. Praise God. Hallelujah. Amen. Amen. അപ്പം ലോകത്തിലൊരു പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും താമസിക്കുന്ന വീടിന് ചുറ്റും ഇത്ര വലിയ പ്രൊട്ടക്ഷൻ ലോകം കൊടുക്കുന്നുണ്ടെങ്കിൽ, Amen. അല്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നു വലിയ ആളുകൾക്ക് ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ ഒരു പേരുണ്ടല്ലേ ഓരോ ഇതിലും. ഇത്ര വലിയ പ്രൊട്ടക്ഷനാ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം വസിക്കുന്ന എന്റെ ശരീരത്തിന് ചുറ്റും. Amen. Hallelujah. ദൈവത്തിന്റെ, അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായി. Hallelujah. തീയാ ചുറ്റും. Amen. എന്താ ചുറ്റും? ദൂതന്മാർ. നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ പലവട്ടം അവർ യേശുവിനെ കൊല്ലാനും പിടിക്കാനൊക്കെ നോക്കി, സാധിച്ചില്ല. ആമേൻ. എന്നാൽ അവസാന 3.5 വർഷം ദൈവം അനുവദിച്ചതുകൊണ്ട് അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി. ദൈവം അനുവദിച്ചതുകൊണ്ട് തൊടാൻ പറ്റിയത്. എത്രക്കൊന്ന് പിടികിട്ടുന്നുണ്ട്? Hallelujah. 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 അത് ദൈവത്തിന്റെ ചില പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. Amen. Praise God. Hallelujah. അതുവരെ അവർക്ക് തൊടാൻ പറ്റിയില്ല യേശുവിനെ. പലവട്ടം ഹേരോദാവ് കൽപ്പിച്ചു കൊല്ലാൻ. പുരോഹിതന്മാര് സാധുക്യരല്ല യേശുവിനെ പിടിക്കാൻ നോക്കി, പിടിക്കാൻ ഒന്നും സാധിച്ചില്ല അവിടെ. Praise God. Hallelujah. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർ യേശുവിന് ഉയരത്തിലുള്ള അവരുടെ സിനഗോഗിൽ നിന്ന, അവരുടെ പള്ളി നിന്ന മലയുടെ മുകളിൽ നിന്ന് യേശുവിനെ തെള്ളിയിടാൻ നോക്കി. നമ്മളിങ്ങനെ വായിക്കുന്നത്, യേശു അവരുടെ നടുവിലൂടെ നടന്നുപോയി. Hallelujah. Wow. Hey Jesus. യേശു അവരുടെ നടുവിലൂടെ എങ്ങനെ ചെയ്തു? യേശു അവരുടെ നടുവിലൂടെ നടന്നുപോയി. Amen. എത്രക്കും സന്തോഷമുണ്ട്? Hallelujah. ഇന്ന് പകൽ സന്തോഷത്തോടെ പറ, Amen. എന്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. Praise God. Hallelujah. Praise God. Hallelujah. പിശാച് എവിടെ മുതലെടുക്കുന്നത്? ഞാൻ പറയട്ടെ, നമ്മുടെ അറിവില്ലായ്മയാണ് പിശാച് മുതലെടുക്കുന്നത്. എന്തിനാ മുതലെടുക്കുന്നത്? അറിവില്ലായ്മയാണ്. ഇന്ന് പകൽ ധൈര്യത്തോട് പറയണം, എന്റെ ശരീരം ദൈവം വസിക്കുന്ന. ഞാൻ കുറെ നാൾ മുൻപ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കുറെ നാൾ മുൻപ് ഒരു വാർത്ത വായിച്ചു. ആ വാർത്ത ഇങ്ങനെയാണ്: ഏതൊരു രാജ്യത്ത് ഒരു പെൺകുട്ടിയെ ഒരു മനുഷ്യൻ റേപ്പ് ചെയ്തു കൊന്നു. ആ വാർത്ത ടി വിയിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഈ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി. കാരണം അതേ പാതയിലൂടെ അതേ വഴിയിലുള്ള ഒരു ഐസൊലേറ്റഡ് ഏരിയ, വലിയ ജനങ്ങൾ സഞ്ചരിക്കാത്തൊരു സ്ഥലമാണ്. ജോലി കഴിഞ്ഞോ അതോ കോളേജ് കഴിഞ്ഞോ ഈ പെൺകുട്ടി വന്ന അതേ വഴിയിൽ ഏകദേശം ഇവർ യാത്ര ചെയ്ത അതേ സമയത്താണ് ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നത്, ഈ അപകടം നടന്നിരിക്കുന്നത്. ഇത് കേട്ട് ഈ പെൺകുട്ടി ഞെട്ടി. അവള് പോലീസ് സ്റ്റേഷനിൽ ഈ പ്രവൃത്തി ചെയ്ത മനുഷ്യനെ കാണാനും ഒരു ചോദ്യം ചോദിക്കാനും ചെന്നു. അവൾ ചെന്ന് കണ്ട് അനുവാദം ചോദിച്ചു. ഇവൾ ഈ മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചു: നിങ്ങൾ ഈ ആ മരിച്ചുപോയ കുട്ടിയെ നിങ്ങൾ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സമയം, അതേ ആ ഒരു ഏകദേശം ആ സമയത്താണല്ലോ ഞാനും അവിടെ കൂടെ പോയത്, നിങ്ങൾ എന്നെ കണ്ടില്ലേ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞെന്നറിയോ? നീയായിരുന്നു എൻ്റെ ആദ്യത്തെ ഇര, ഞാൻ നിന്നെയല്ല ക്ഷമിച്ചത്. നീ ആദ്യം അവിടെ കൂടെ വരുന്ന ഞാൻ കണ്ടത്, ഞാൻ അവിടെ പാത്തിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. നീയായിരുന്നു എൻ്റെ ലക്ഷ്യം.
എൻ്റെ ടാർഗറ്റ് നീയായിരുന്നു. പക്ഷെ നീ അടുത്തടുത്ത് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നെക്കാട്ടിലും ശക്തിയേറിയ 10-ലധികം ആളുകൾ നിനക്ക് ചുറ്റുമുണ്ട്. നിനക്ക് ചുറ്റുമുണ്ട്. നിനക്ക് ചുറ്റുമുണ്ട്. നിനക്ക് ചുറ്റുമുണ്ട്. എനിക്ക് നിന്നോട് അടുക്കാൻ പറ്റിയില്ല. ഞാൻ പേടിച്ചു പോയി. നിന്നെ എനിക്ക് തൊടാൻ പറ്റുകയില്ല. പക്ഷേ അല്പം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വേറൊരുത്തി വരുന്നു. അവൾക്ക് ചുറ്റും ആരുമില്ല. അവളെ ഞാൻ ആക്രമിച്ചു. നിന്നെ എനിക്ക് തൊടാൻ പറ്റിയില്ല. അവൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. അവള് പറഞ്ഞു, എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ ഒറ്റക്കായിരുന്നു. പക്ഷെ ഞാൻ കാണാതെ ദൈവത്തിന്റെ ആലയത്തെ സംരക്ഷിപ്പാൻ, ദൈവത്തിന്റെ ആലയത്തെ സൂക്ഷിപ്പാൻ, ദൈവത്തിന്റെ ഭവനത്തെ സൂക്ഷിപ്പാൻ ദൈവത്തിന് ദൂതന്മാരെ ദൈവം എനിക്ക് ചുറ്റും കൽപ്പിച്ചു. പലപ്പോഴും പിശാച് നിന്നെ കാത്തിരുന്നു, നിന്നെ നോക്കിയിരുന്നു. പല വേട്ടക്കാർ നിനക്ക് വേണ്ടി കെണി വെച്ച് കാത്തിരുന്നു. പക്ഷെ നീ അതിലൊന്നും വീഴാതിരുന്നത് നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട്, ദൈവം വസിക്കുന്ന ഭവനമായതുകൊണ്ടാണ്. പലരും നിന്നെ നശിപ്പിക്കാൻ കാത്തിരുന്നു. പലരും നിന്നെ തകർക്കുവാൻ നോക്കിയിരുന്നു. പലരും നിന്നെ പരാജയപ്പെടുത്താൻ നോക്കിയിരുന്നു. പക്ഷെ നീ ദൈവത്തിന്റെ വീടായതുകൊണ്ട്, നീ ദൈവത്തിന്റെ ഭവനമായതുകൊണ്ട്, നീ ദൈവത്തിന്റെ ഭവനമായതുകൊണ്ട്, നീ ദൈവത്തിന്റെ വീടായതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൊടാൻ പറ്റിയില്ല. എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പരിശുദ്ധാത്മ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള പോർത്തോ ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ഗോഡ്. പിന്നെ 19ാം വാക്യം എന്താ? ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മ ഉള്ളിലുള്ള ധൈര്യത്തോട് പറയാ, ഞാൻ ജീവിക്കും. ഞാൻ ജീവിച്ചു. ഞാൻ തളർന്നു പോകത്തില്ല. ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. ഏത് പ്രതിസന്ധിയെ ഞാൻ ജയിക്കും. ഏത് പ്രതികൂലത്തെ ഞാൻ ജയിക്കും. എന്ത് വിഷയം വന്നാലും ഞാൻ ഓവർകം ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 21ാം വാക്യത്തിലേക്ക്. 21ാം വാക്യം ഇങ്ങനെയാണ്, 14:21. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നെ തന്നെ വെളിപ്പെടുത്തും. മൂന്നാമത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്നറിയോ? ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. ആരെ വെളിപ്പെടുത്തി തരും? പറഞ്ഞേ, ക്രിസ്തുവിനെ. ഒന്നുകൂടെ പറഞ്ഞേ, ക്രിസ്തുവിനെ. ഒന്നുകൂടെ പറഞ്ഞേ, ക്രിസ്തുവിനെ. ഒന്നുകൂടെ പറഞ്ഞേ, ക്രിസ്തുവിനെ. ഈ ക്രിസ്തുവിനെ എങ്ങനെ വെളിപ്പെടുത്തും? 22ാം വാക്യം. ഇസ്കറിയാത്താവല്ലാതെ 2 യൂദാമാരുണ്ടായിരുന്നു യേശുവിന്റെ ശിഷ്യഗണത്തിൽ. ഒന്ന് എരിവുകാരനായ യൂദ. ആര്? എരിവുകാരനായ യൂദ. 2 ഇസ്കറിയത്ത യൂദ. ഇസ്കറിയത്ത യൂദ ആണ് യേശുവിന് ഉറ്റിക്കൊടുത്തത്. ഇത് മറ്റേ യൂദയെ കുറിച്ചാണ് പറയുന്നത്. ഇസ്കറിയത്തവല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അടുത്ത വാക്യം വായിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ. അപ്പൊ എങ്ങനെയാണ് അങ്ങ് ഞങ്ങൾക്ക് അങ്ങേ വെളിപ്പെടുന്നത്? ലോകത്തിന് വെളിപ്പെട്ട് കിട്ടുന്നില്ല. ലോകം ഇനി അങ്ങേ കാണുന്നില്ല. അങ്ങ് സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇനി ലോകം അങ്ങേ കാണത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെ അങ്ങേ കാണാൻ പറ്റും? ഞങ്ങൾക്ക് എങ്ങനെ ആമേൻ എങ്ങനെ
വെളിപ്പെട്ട് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, എന്താണ് ഉത്തരം പറയുന്നത്? 23-ാം വാക്യം എന്താണ് യേശു ഉത്തരം പറയുന്നത്? ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇതാണ് ഉത്തരം. എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. നിങ്ങൾക്ക് എങ്ങനെ എന്നെ വെളിപ്പെടും എന്നറിയാമോ? ഞങ്ങൾ വന്ന് നിങ്ങളോടുകൂടെ വാസം ചെയ്യും, നിങ്ങൾ ഓരോരുത്തരിലും ഞങ്ങൾ വസിക്കും. അതാണ് അതിൻ്റെ തെളിവ്. അതെങ്ങനെയാ സാധിച്ചത്? പരിശുദ്ധാത്മാവിലൂടെ. പറഞ്ഞ് പരിശുദ്ധാത്മാവിലൂടെ. ഒന്നുകൂടെ പറഞ്ഞ് പരിശുദ്ധാത്മാവിലൂടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ 24-ാം വാക്യം വായിച്ചു. 24-ാം വാക്യം. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. ഓക്കെ, താഴ്ത്തു വായിച്ചു. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല എന്ന് എന്നെ അയച്ച പിതാവിന്റെ അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 26-ാം വാക്യം. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം. ബട്ട് ദ കംഫർട്ടർ വിച്ച് ഈസ് ദ ഹോളി ഗോസ്റ്റ് whom the Father will send in my name, he shall teach you all things and bring all things to your remembrance whatsoever I have said unto you. Praise God. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും കർത്താവ് പറയാം, കാര്യസ്ഥൻ എന്ന പദം പറയുന്നുണ്ട്. എന്താ പദം പറയുന്നത്? കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കംഫർട്ടർ എന്ന കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആ കംഫർട്ടർ എന്ന പദം നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. എന്താണ് കാര്യസ്ഥൻ എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? യേശു എന്തുകൊണ്ടാണ് കാര്യസ്ഥന്റെ ജോലികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. സന്തോഷമുണ്ടോ? പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് നമ്മൾ കേട്ട ചില കാര്യങ്ങൾ, എങ്ങനെയാണ് ദൈവം നമ്മളിൽ വസിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവ് ആരാണ്? തൃത്വത്തിൽ മൂന്നാമനല്ല, പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. പ്രൈസ് ഗോഡ്. തൃത്വം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൃപയുടെ യുഗത്തിലും ദൈവത്തെ നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് തൃത്വത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായി ഞാൻ ഈ പറഞ്ഞത്? തൃത്വം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അല്ലേ? അതിനെയാണ് ട്രിനിറ്റി എന്ന് പറയും. എന്തിനാണ് ട്രിനിറ്റി? നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. നമുക്ക് മൂന്ന് ദൈവങ്ങളില്ല. നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. എന്നാൽ തൃത്വത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് വേദശാസ്ത്രജ്ഞന്മാർ തൃത്വം എന്ന ഭാഗം എടുത്ത് കാണിക്കുന്നത്? ആമേൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൃപയുടെ യുഗത്തിലുമുള്ള ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനെ വ്യക്തമായി പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തൃത്വത്തെ കാണിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? പിടികിട്ടിയോ? മനസ്സിലായോ? നമ്മളിപ്പോൾ ഏത് കാലത്തിലാണ്? പഴയ നിയമത്തിലുമല്ല പുതിയ നിയമത്തിലുമല്ല. നമ്മളിപ്പോൾ ആയിരിക്കുന്ന കൃപായുഗത്തിലാണ്. എന്ന് പറഞ്ഞ് കൃപായുഗം, ഗ്രേസ് പീരീഡിലാണ് നമ്മളായിരിക്കുന്നത്. കൃപയ്ക്ക് അതീതരാണ് നമ്മൾ. കൃപായുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിൽ പിതാവ് യഹോവ വെളിപ്പെട്ടു, മനസ്സിലായോ? പുതിയ നിയമത്തിൽ യേശു വെളിപ്പെട്ടു. ഹല്ലേലൂയ. എന്ന കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഈ മൂന്ന് യുഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് തൃത്വത്തെ പഠിപ്പിക്കുന്നത്. എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിൽ ദൈവം സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നു, സമാഗമന കൂടാരത്തിൽ പാർത്തു. യെരുശലേം ദേവാലയത്തിൽ ദൈവത്തെ അന്വേഷിച്ച് ജനത്തിന് യെരുശലേം വരെ യാത്ര ചെയ്യണമായിരുന്നു. എവിടെ വരെ പോകണമായിരുന്നു? ബെത്ലഹേമിലുള്ളവരും നസ്രത്തിലുള്ളവരും ഗലീലായുടെ തീരങ്ങളിലുള്ളവരെല്ലാം, പട്ടണങ്ങളിലുള്ളവരെല്ലാം ദിവസങ്ങൾ നടന്ന് നമുക്കിപ്പം ചില മാസങ്ങൾ കഴിയുമ്പോൾ തീർത്ഥാടന യാത്രകൾ കാണാം ഇല്ലേ? എന്നതുപോലെ തന്നെ ദിവസങ്ങൾ നടന്ന് യെരുശലേമിൽ വരണം, ജെറുസലേമിൽ വരണം. ആരെ കാണാൻ? ദൈവത്തെ കാണാൻ, ദൈവത്തെ ആരാധിപ്പാൻ,
ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കാൻ യെരൂശലേമിൽ വരണമായിരുന്നു. പ്രൈസ് ഗാഡ്. പെരുന്നാളുകൾക്കെല്ലാം അവർക്ക് യെരൂശലേമിൽ വരണമായിരുന്നു. ഹല്ലേലൂയ. അതാണ് പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതേ ദൈവം, ഹല്ലേലൂയ, യേശു എന്ന നാമകരണത്തിൽ, യേശു എന്ന പേരിലുള്ള ശരീരത്തിൽ വെളിപ്പെട്ടു. Amen. Hallelujah. മനസ്സിലാകുന്നുണ്ടോ? Hallelujah. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വെളിപ്പാടാ പറയാൻ പോന്നേ. നിങ്ങൾക്ക് പറ്റുന്നല്ലെന്ന് തോന്നി ഈ ഒരു മെസ്സേജ് ഒന്ന്. ഹലോ. Hallelujah. പ്രൈസ് ഗാഡ്. Amen. പ്രൈസ്. Hallelujah. ആമേൻ. Amen. Jesus. ഹല്ലേലൂയ. Amen. പ്രൈസ് ഗാഡ്. Hallelujah. പ്രൈസ് ഗാഡ്. ചില ഉദാഹരണമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ അത് ശരിയാകത്തില്ല പറഞ്ഞ, അതുകൊണ്ടാണ്. പ്രൈസ് ഗാഡ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ അറിയണം. ചുമ്മാ കയ്യും കെട്ടില്ല. എന്താ അതിശയമേ, 20 വർഷമായി. എന്താ അതിശയമേ. ആമേൻ. നല്ല പാട്ടാ, പക്ഷേ ഇതൊക്കെ അറിയണം. ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. ബെൻസ് മേടിക്കണമെങ്കിൽ ബെൻസിനെ കുറിച്ച് സ്വപ്നം കാണണം, ബെൻസിനെ കുറിച്ച് അറിയണം. ഓടി മേടിക്കണമെങ്കിൽ എന്ന പോലെയാണ്. ചിലതൊക്കെ നമ്മൾ കരസ്ഥമാക്കണമെങ്കിൽ ചിലത് വലുത് അറിയണം. ഈ ജീസസ് എന്നൊക്കെ ഒരു ദിവസം യെരൂശലേമിൽ പെരുന്നാൾ നടക്കുമ്പോൾ ജീസസ് അവിടെ ചെന്നു. ആമേൻ. യേശു അവിടെ ചെന്ന് നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. യെരൂശലേമിൽ ഇറങ്ങിയിരുന്ന ദൈവം ആരിൽ വെളിപ്പെട്ട് നിൽക്കുന്നു? ജീസസ്. പക്ഷെ ജനം അറിയുന്നില്ല. ജനം പെരുന്നാളിന് പോയി ആഘോഷിക്കുക. അവര് പള്ളിക്കകത്ത് പോയി, ഓക്കെ, ഇതൊരു പള്ളിയുടെ രൂപ വന്നിരിക്കട്ടെ. ഓക്കെ, ജനം ഇങ്ങോട്ട് പോവുക. എങ്ങോട്ട് പോവുക? ജനം പള്ളിയിലേക്ക് പോവുക. ആരെ അന്വേഷിച്ച്? ദൈവത്തെ അന്വേഷിച്ച്. പക്ഷെ ദൈവം എവിടെ വെളിപ്പെട്ടപ്പം? പുതിയ നിയമത്തിൽ യേശുവിൽ വെളിപ്പെട്ട് നിൽക്കുക. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Hallelujah. ജനം ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ദേവാലയത്തിൽ പോവുക, പെരുന്നാളുകൾ ആഘോഷിക്കുക, ദൈവത്തെ അന്വേഷിച്ച് അവിടെ പോവുക. പക്ഷെ ദൈവം എവിടെ ഇറങ്ങി നിൽക്കുക? യേശുവിൽ മനുഷ്യരൂപത്തിൽ ഇറങ്ങി നിൽക്കുക. Amen. മനസ്സിലായോ? മനുഷ്യരൂപത്തിൽ കർത്താവ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? ആമേൻ. ഇവിടെ പോകുന്ന ജനത്തിന് ഒന്നും കിട്ടുന്നില്ല. ഇവര് പോകുന്നുണ്ട്, ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് കർത്താവ് മാറി നിന്നിട്ട് നോക്കിയപ്പോൾ എന്താ? പോയിട്ടൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് കർത്താവ് എൻ്റെ അടുക്കിലേക്ക് വാ. Amen. Come on. Hallelujah. ആമേൻ. Amen. നീ ദൈവത്തെ അറിയാനുള്ള ദാഹത്തോട് നീ അങ്ങോട്ട് പോവുക, പക്ഷെ അവിടെ ദൈവമില്ല. Amen. You're going there. നീ ദൈവത്തോടുള്ള ദാഹത്തിന് വേണ്ടി എങ്ങോട്ട് പോവാ? യെരൂശലേമിലേക്ക് ഓടിപ്പോവാ നിങ്ങൾ. പക്ഷെ പാവങ്ങൾ അറിയുന്നില്ല ദൈവം അവിടെ ഇല്ലെന്ന്. ദൈവം ആരിലുള്ളത്? യേശുവിലുണ്ട്. ആരിലുണ്ട്? യേശുവിൽ. യേശുവിലുണ്ട്. ഒന്ന് പറഞ്ഞേ ആമേൻ. ആരില്ല ദൈവം ഉള്ളത്? യേശുവിൽ. യേശുവിലുണ്ട് ദൈവം. പ്രൈസ് ഗാഡ്. Hallelujah. ഞാൻ പറയുന്ന പിടിയിട്ടുന്നുണ്ടോ? ആരില്ല ദൈവം ഉള്ളത്? യേശുവിൽ. അതുകൊണ്ടാണ് യേശു പെരുന്നാളിന്റെ ഒടുക്കത്തെ ദിവസം, ഉത്സവത്തിന്റെ അവസാന ദിവസം, ആ വാക്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പെരുന്നാളിന്റെ ഒടുക്കത്തെ ദിവസം, ഉത്സവത്തിന്റെ അവസാന ദിവസം എഴുന്നേറ്റ് ദാഹിക്കുന്നവരേവരുമേ എൻ്റെ അടുക്കലേക്ക് വരിക. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് Amen. ജീവജലത്തിന്റെ Hallelujah. നദികൾ ഒഴുകും. Amen. Jesus. ആഡലബ ശിഖഡതലഗ ഉഡബലവ സതലഗ സിഗലിബ ഉഡലബലബ ശംധാല റിസികാല ബോറബലബ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊഴുകും? ദാഹിക്കുന്നവർ കം കം കം. ഇഫ് യു ആർ thirsty, ഇവൻ ഈ ദാഹത്തോട്, ദൈവ സാന്നിധ്യത്തോടുള്ള ദാഹത്തോട് എങ്ങോട്ട് പോവാ? യെരൂശലേം ആലയത്തിലേക്ക് പോവാ. പക്ഷെ ദൈവം എവിടെ ഉള്ളത്?
യേശുവിലുള്ളത്. അതുകൊണ്ട് യേശു പറഞ്ഞത്, അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വാ, എൻ്റെ അടുക്കലേക്ക് വാ, എൻ്റെ അടുക്കലേക്ക് വാ. ആമേൻ. അതുകൊണ്ട് ശമരിയക്കാരോട് യേശു പറഞ്ഞത്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർ ഒരു നാളും ദാഹിക്കയില്ല. അവള് പറയാണ്, ആ മലയിലും ഈ മലയിലും, അവൾ പറയുന്നു, യാക്കോബ്, ഞങ്ങളുടെ പിതാക്കന്മാരായ യാക്കോബ് ആരാധിച്ച മലയാണ് അത് ഇത്. അപ്പൊ യേശു പറയാ, ആ മലയിലും അല്ല ഈ മലയിലും അല്ല, സത്യ നമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തരുന്ന വെള്ളം, അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. പ്രൈസ് ഗോഡ്. ഓക്കെ, എന്റെ അർത്ഥം, നിന്റെ ആത്മീയ ദാഹം ആത്മാവ് നിന്നിൽ വന്നാൽ അവസാനിക്കും. ആത്മാവിലൂടെ നിനക്കുള്ള ആത്മീയ ദാഹത്തിന്റെ ശമനം ഉണ്ടാവും. അവിടെ നിൽക്കട്ടെ. എന്നാൽ ശ്രദ്ധിക്കുക, ഈ കാലഘട്ടത്തിലും ആമേൻ, ഹോളി സ്പിരിറ്റ്, പ്രൈസ് ഗോഡ്, ആരിലേക്ക് വരുന്നോ, ആരിലേക്കൊക്കെ ഹോളി സ്പിരിറ്റ് വരുന്നോ, അവരാണ് ഈ കാലഘട്ടത്തിലെ ജീസസ്. അവരാണ് ഈ കാലഘട്ടത്തിലെ ജീസസ്. അവരാണ് യേശുവിന്റെ പ്രതിനിധികൾ. അവരാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ, ആമേൻ. ഈ 2025 ധൈര്യത്തോട് എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, ദാഹിക്കുന്നവർ എന്റെ അടുക്കിലേക്ക് വരട്ടെ. ആമേൻ. സൗഖ്യം വേണ്ടവർ എന്റെ അടുക്കിലേക്ക് വരട്ടെ. ഓ കമോൺ. ബന്ധിക്കപ്പെട്ടവർ എന്റെ അടുക്കിലേക്ക് വരട്ടെ. കുരുടർ എന്റെ അടുക്കിലേക്ക് വരട്ടെ. രോഗികൾ എന്റെ അടുക്കിലേക്ക് വരട്ടെ. ആത്മാവ് എന്റെ മേലുണ്ട്. ഇതാണ് നമ്മുടെ വിളി. ഇതാണ് നമ്മുടെ വിളി. യേശു അന്ന് നിന്നതുപോലെ തന്നെ ദൈവം നമ്മൾ ഈ കാലഘട്ടത്തിൽ നിർത്തിയിരിക്കുക. 2025 വർഷങ്ങൾക്ക് മുൻപ് യെരൂശലേം പട്ടണത്തിനകത്ത് യേശു നിന്ന് ജനത്തെ വിളിച്ചതുപോലെ തന്നെ ആമേൻ, ദാഹിക്കുന്നവർ വരട്ടെ, 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 വരട്ടെ. ഓ, ഭാരപ്പെടുന്നവർ വരട്ടെ, കുരുടർ വരട്ടെ, രോഗികൾ വരട്ടെ. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആമേൻ, ഈ 2025 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മാസം, ഈ സെപ്റ്റംബർ മാസം ദൈവം നമ്മളെ ഈ പട്ടണത്തിനകത്ത് നിർത്തിയിരിക്കുക. ആ സ്ഥാനത്ത് ഇന്ന് നമ്മൾ നിൽക്കുന്നത്, ആ സ്ഥാനത്ത് ഞാനിത് നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആമേൻ. അതേ പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നമ്മൾ ചന്തയിലേക്ക് പോകുന്നത്. എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? മാർക്കറ്റിലേക്ക് പോകുന്നത്, വിമാനത്തിൽ കയറുന്നത്, ബസ്സിൽ കയറുന്നത്, കാറിൽ കയറുന്നത്, ഹോട്ടലിൽ താമസിക്കുന്നത്, ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നത്, നാട്ടിൽ പോകുന്നത്, ഇതേപോലെ പോകുന്നത്. എത്ര പേർക്ക് അത് പിടികിട്ടും? എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. അതിന്റെ മൂന്നിന് ഡിഫറൻസ് മനസ്സിലായോ? ആമേൻ. ഇപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലൂടെ ആരിൽ വസിക്കുന്നു? എന്നിൽ നില്ലും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവം നമ്മളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഓർത്തിരുന്നാൽ മതി. ഇത് മാത്രം ഒന്ന് മനസ്സിൽ ഇരുന്ന് ഈ ആഴ്ച ജയിച്ചു വരണം. അടുത്ത ആഴ്ച എന്തെല്ലാം വന്നാലും പറയും, എന്റെ കൂടെ ദൈവമുണ്ട്, 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 എന്റെ കൂടെ ദൈവമുണ്ട്. വിഷമകരമായി എന്തെങ്കിലും വാർത്ത കേട്ടാൽ നീ പറഞ്ഞ എന്റെ കൂടെ ദൈവമുണ്ട്. എന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. എന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. പ്രൈസ് ഗോഡ്. എന്റെ ശരം ദൈവത്തിന്റെ മന്ദിരമാണ്. എന്റെ ശരം ദൈവത്തിന്റെ മന്ദിരമാണ്. എനിക്ക് ചുറ്റും ദൈവത്തിന്റെ കാവലുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ വെളിപ്പാടുകളൊക്കെ അകത്തോടൊന്ന് കത്തട്ടെ, വെളിപ്പാടുകളൊക്കെ അകത്തോടൊന്ന് കത്തട്ടെ. എല്ലാവർക്കും ഒന്ന് ചാടി എഴുന്നേക്കാം.
ഊഡാലബ ശിഖലതീല റസംഗലബ റോവസതലബബബ. ഈ ദിവസങ്ങളിൽ വലിയ നോട്ട്സ് ഒന്നും കുറിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കത്തണം. പരിശുദ്ധാത്മാവിലൂടെ ദൈവം എന്നിൽ വസിക്കുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ വസിക്കുക എന്ന് പറയുന്നത്? ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം എന്നിൽ വസിക്കുന്നു. ചേർന്ന് പറഞ്ഞ ദൈവം എന്നിൽ വസിക്കുന്നു. ദൈവം എന്നിൽ വസിക്കുന്നു. ദൈവം എന്നെ കൈവിടത്തില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് ദൈവത്തിൻ്റെ ശരീരമാണ്. പറയുന്നത് ദൈവത്തിൻ്റെ വീടാണ്. ചേർന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വീടാണ്. ഇത് ദൈവത്തിൻ്റെ വീടാണ്. ഈ ദൈവത്തിൻ്റെ വീടാണ്. ദൈവത്തിൻ്റെ വീടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഓണർ വരുമ്പോ ഇല്ലീഗലായിട്ടുള്ളതെല്ലാം പുറത്തു പോകും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞ എൻ്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. 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 ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം എന്നിൽ വസിക്കുന്നു. ഞാനുള്ളിടത്ത് ദൈവമുണ്ട്. ഓഹ്, എന്ത് വലിയ വെളിപ്പാടാ! ഞാനുള്ളിടത്ത് ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ട്. ഞാനുള്ളിടത്ത് ആരുണ്ട്? ദൈവമുണ്ട്. 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 ഹല്ലേലൂയ. 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 ഞാൻ വിമാനത്തിൽ കയറിയാലും ആരുണ്ടോ കൂടെ? ദൈവമുണ്ട്. ദൈവമുണ്ട് കൂടെ. ദൈവമുണ്ട് കൂടെ. ഞാൻ ബസ്സിൽ കയറുമ്പോൾ ആരുണ്ട് കൂടെ? കാറിൽ കയറുമ്പോൾ ആരുണ്ട് കൂടെ? സ്കൂളിൽ പോകുമ്പോൾ ആരുണ്ട്? കോളേജിൽ പോകുമ്പോൾ ആരുണ്ട്? ദൈവം കൂടെയുണ്ട്. ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ആരുണ്ട്? ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ട്. പരീക്ഷ എഴുതുമ്പോൾ ആരുണ്ട്? പറഞ്ഞ ദൈവമുണ്ട്. ദൈവമുണ്ട്. ഞാൻ ഒറ്റക്കല്ല. എന്റെ കൂട്ടുകാർ മാറിപ്പോയാലും ദൈവം എന്റെ കൂടെ ഉണ്ട്. ഞാൻ നിരാശപ്പെടത്തില്ല. എന്റെ ബെസ്റ്റ് വിട്ടിട്ട് പോയാലും, ബെസ്റ്റ് പേരല്ല, നിനക്കറിയില്ല, ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളി ബെസ്റ്റി. എന്റെ ബെസ്റ്റി പോയാലും എനിക്ക് വിഷയമല്ല, ദൈവം എന്റെ കൂടെ ഉണ്ട്. ആമേൻ. ദൈവം എന്നെ കൈവിടത്തില്ല. ചിലവരുടെ ബെസ്റ്റ് പോയി കഴിഞ്ഞാൽ അപ്പോഴേ അവര് തീരും, തളരും. എന്റെ ബെസ്റ്റ് പോയാലും ദൈവം എന്റെ കൂടുണ്ട്. ദൈവം എന്റെ കൂടുണ്ട്. പറഞ്ഞ ദൈവം എന്റെ കൂടുണ്ട്. ദൈവം എന്നെ കൈവിടത്തില്ല. ദൈവം എന്നെ കൈവിടത്തില്ല. എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് മാറിപ്പോയാലും, എന്റെ കൂട്ടുകാരി മാറിപ്പോയാലും, എന്റെ കൂട്ടുകാരൻ മാറിപ്പോയാലും ദൈവം എന്റെ കൂടുണ്ട്. പരിശുദ്ധൻ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം എന്റെ ഉള്ളിലുണ്ട്. ഞാൻ എവിടെ പോയാലും ദൈവം എന്റെ കൂടുണ്ട്. ആമേൻ. അടുത്ത ആഴ്ച വന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധൻ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പഠിപ്പിച്ചത്. എന്തൊക്കെയാണ് പരിശുദ്ധൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും പരിശുദ്ധാത്മാവായി. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഏതോ രാജ്യത്ത് കിടക്കുന്ന കൂട്ടുകാരനോട് സംസാരിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നിന്റെ ഉള്ളിലുള്ള ഹോളി സ്പിരിറ്റ് നിനക്ക് സംസാരിക്കാം. ദൈവമായിട്ട് നിനക്ക് സംസാരിക്കാൻ പറ്റും. ഞാനും എൻ്റെ വൈഫും വളരെ സ്നേഹത്തിലാണ്. 25 വർഷമായി. ഇല്ല, എനിക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴെല്ലാം കാണാൻ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, പക്ഷെ എപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. ചില സന്ദർഭങ്ങളിൽ ഞാൻ ചിലയിടത്ത് പോകുമ്പോൾ സ്വീറ്റി വീട്ടിലായിരിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാൻ വേറൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ സ്വീറ്റി വേറൊരു മീറ്റിങ്ങിന് പോകും. എപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് നല്ല സ്നേഹമാണ്, പക്ഷേ എപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ എപ്പോഴും എൻ്റെ കൂടെ, എൻ്റെ ഭാര്യയെക്കാൾ, എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ, എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കാളും ഏറ്റവും അടുത്തിരിക്കുന്നത് ദൈവമാണ്. എത്രയ്ക്ക് അത് മനസ്സിലാകുന്നു? ദൈവമാണ്. 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 ദൈവമാണ് എൻ്റെ ഏറ്റവും അടുത്ത ആള്. ദൈവമാണ് എൻ്റെ ഏറ്റവും അടുത്ത ആള്.
ചില വ്യക്തികളൊക്കെ വിട്ടുപോകുമ്പോൾ നമുക്ക് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം വിട്ടുപോകരുത്. ആര് വിട്ടുപോകരുത്? ഇതറിയാവുന്ന ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. പാപം ചെയ്തപ്പോൾ, തെറ്റ് ചെയ്തപ്പോൾ നിലവിളിച്ചു, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. എന്താ ദാവീദ് നിലവിളിച്ചത്? അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ഹല്ലേലൂയ. എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? പക്ഷെ കൃപയുടെ ലോകത്ത് ജീവിക്കുന്ന, കൃപയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, പഴയ നിയമത്തിൽ ജീവിച്ച ദാവീദിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്ര അറിവുണ്ട്. ദാവീദിന് അറിയാം, കാട്ടിക്കിടന്ന എന്നെ, ആടിന്റെ പുറയിൽ ആടിനെ തീറ്റി നടന്ന എന്നെ രാജാവാക്കി മാറ്റിയത് എന്റെ മേൽ പകർത്തപ്പെട്ട അഭിഷേകമാണെങ്കിൽ, കമോൺ. ദാവീദിനറിയാം, ഇതിന്ന് ആത്മാ പോയാൽ എല്ലാം പോയി. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെയും എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ദൈവം ഉള്ളത് കൊണ്ടാണ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയത്. ഈ പട്ടണത്തിൽ ആഷ്ലി പാസ്റ്റർ ഏതെങ്കിലും നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആഷ്ലി പാസ്റ്ററിന്റെ കഴിവല്ല, പ്രാപ്തിയല്ല, കുടുംബ പാരമ്പര്യമല്ല, ഒന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ആമേൻ, ആമേൻ. ഇവിടെ വന്ന ആരും എന്റെ രൂപം കണ്ടിട്ട് വന്നവരല്ല, ആണോ? ആരും എന്റെ പ്രസംഗം കേട്ട് വന്നവരല്ല. നിങ്ങൾക്കെല്ലാം ഒരു അറിവ് കിട്ടൂ, പരിശുദ്ധാത്മാവുള്ള ഒരാൾ ഈ ഒരു പട്ടണത്തിലുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ അറിവാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്. എത്രക്കത് മനസ്സിലാവുന്നുണ്ട്? ഒരു നിമിഷം എല്ലാ കണ്ണുകളും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ ഉള്ളിലുണ്ടല്ലോ, അങ്ങ് എനിക്ക് കൂടുതൽ അറിയുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. അങ്ങ് എനിക്ക് കൂടുതൽ അറിയുവാൻ കൃപ തരണമേ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. അങ്ങ് എനിക്ക് കൂടുതൽ അറിയുവാൻ, അങ്ങ് എനിക്ക് കൂടുതൽ അറിയുവാൻ കൃപ തരണമേ. പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. ഒരു വ്യക്തിയുടെ നന്മകൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ആ വ്യക്തിയെ കൂടുതൽ നമ്മൾ അറിയുമ്പോഴാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയെ കൂടുതൽ അറിയുമ്പോഴാണ്. ഒരു വ്യക്തി എങ്ങനെയാണെന്നും, ആ വ്യക്തിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നും, ആ വ്യക്തിക്ക് ഏതൊക്കെ നിലയിൽ നമ്മളെ സഹായിക്കാൻ പറ്റുമെന്നും, ആ വ്യക്തിക്ക് ഏതൊക്കെ നിലയിൽ നമുക്കൊരു ഹെൽപ്ഫുൾ ആകാൻ പറ്റുമെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ വ്യക്തിയോട് കൂടുതൽ അടുക്കുമ്പോഴാണ്, ആ വ്യക്തിയെ കൂടുതൽ അറിയുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് മോനെ ഒരു ശക്തിയല്ല, എണ്ണയല്ല, തീയല്ല. പരിശുദ്ധാത്മാവിനെ അത് കാണിക്കുന്നെങ്കിലും പരിശുദ്ധ വ്യക്തിത്വമുണ്ട്. അത് അടുത്ത ഞായറാഴ്ച ഞാൻ വാക്യങ്ങൾ കാണിച്ചു തരാം. He is a person. ഒരു പേഴ്സണാലിറ്റി ഉണ്ട് പരിശുദ്ധാത്മാവിന്. ഒരു വ്യക്തിയെ പോലാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ, നമ്മുടെ കൂടെയുള്ളത്. ഒരു വ്യക്തിയെ നമ്മൾ അറിയുന്നത് പോലെ, ഒരു ഭാര്യ ഭർത്താവിനെ അറിയുന്നതിനേക്കാൾ അപ്പുറമായി, ഒരു ഭർത്താവ് ഭാര്യ അറിയുന്നതിനേക്കാൾ അപ്പുറമായി, ഒരു കാമുകനും കാമുകിയും തമ്മിൽ അറിയുന്നതിനേക്കാൾ അപ്പുറമായി, സ്നേഹിതർ തമ്മിൽ അറിയുന്നതിനേക്കാൾ അപ്പുറമായി, നിന്റെ കൂടെ 24 മണിക്കൂറും വസിക്കുന്ന 24 hours a day, 7 ദിവസവും 365 ദിവസവും ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും നിന്നെ വിട്ടുമാറാതെ നിന്റെ കൂടെ വസിക്കുന്ന, നിന്റെ കൂടെ ഇരിക്കുന്ന, നിന്റെ കൂടെ പാർക്കുന്ന പരിശുദ്ധാത്മാവിനെ അറിയുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് കരങ്ങൾ ഉയർത്തിക്ക്. എത്രക്ക് ആഗ്രഹമുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ ആഴത്തിലൊന്ന് അറിയണം. അടുത്ത ആഴ്ച നിങ്ങൾ വന്നാൽ നിങ്ങൾ കേൾക്കും, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആഴത്തിൽ അറിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത ആഴ്ചകളിൽ പഠിപ്പിക്കുക. ഒരു നിമിഷം പറഞ്ഞ്, പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്
എന്റെ കൂടെ ഉള്ളത് ഞാൻ അനാഥനല്ല, ഞാൻ അനാഥനല്ല, ഞാൻ അനാഥനല്ല. ഞാൻ അനാഥനല്ല. അങ്ങന്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അനാഥനല്ല. ഞാൻ അനാഥനല്ല. അങ്ങന്റെ കൂടെ ഉള്ളത് കൊണ്ട്, അങ്ങന്റെ കൂടെ ഉള്ളത് അങ്ങനിൽ വസിക്കുന്നത് കൊണ്ട് അങ്ങനെ വസിക്കുന്നത് കൊണ്ട് എന്റെ ശരീരം എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ മന്ദിരമായി ദൈവത്തിന്റെ മന്ദിരമാണ്. അങ്ങനിൽ വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വസിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് ചുറ്റുമുള്ളത്. എനിക്ക് ചുറ്റുമുള്ളത്. എന്റെ ശരീരം എന്റെ ശരീരം സൗഖ്യത്തോടിരിക്കുന്നത്, സൗഖ്യത്തോടിരിക്കുന്നത്, ആരോഗ്യത്തോടിരിക്കുന്നത്, ആരോഗ്യത്തോടിരിക്കുന്നത്, ഞാൻ ആയുസ്സോടിരിക്കുന്നത് ആയുസ്സോടിരിക്കുന്നത് അങ്ങനിൽ വസിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. അങ്ങെ കൂടുതൽ അറിയുവാൻ, അങ്ങേ കൂടുതൽ അറിയുവാൻ, അങ്ങെ കൂടുതൽ അങ്ങേ മനസ്സിലാക്കുവാൻ കൂടുതൽ ഈ മനസ്സിലാക്കുവാൻ നാളുകളിൽ ഈ നാളുകളിൽ എനിക്ക് കൃപ തരണമേ. എനിക്ക് കൃപ തരണമേ. ആമേൻ, 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 ആമേൻ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ശരിക്കും നമ്മളൊക്കെ ജീവനോട്ടിരിക്കുന്നത് നമ്മുടെ ഡയറ്റിങ് കൊണ്ടൊന്നുമല്ല, എക്സസൈസ് കൊണ്ടൊന്നുമല്ല. നിങ്ങൾക്കറിയോ? കാര്യം ഈ അടുത്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കും, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നല്ല 100% ഫിറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് പൊടുന്നന്നെ മരിക്കുന്നത്. ആണോ അല്ലയോ? എത്ര പേര് മരിക്കുന്നു? നല്ല ആരോഗ്യവും ശരീരം. ഈ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ആളെ കേട്ടിട്ടുണ്ടോ? മൈക്കിൾ ജാക്സൺ ഇല്ലേ, റോക്ക് താരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുള്ള 26 ഡോക്ടർമാരാണ് അദ്ദേഹത്തിന് ചുറ്റും. കാരണം അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ദീർഘായുസോടെ ഇരിക്കണമെന്ന്. ദീർഘായുസോടെ ഇരിക്കണമെന്നത് മൈക്കിൾ ജാക്സന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. 26 19 26 തോന്നുന്നു. അത്രയും ഡോക്ടർമാരുണ്ട് അദ്ദേഹത്തെ നോക്കാൻ. പേഴ്സണൽ ഡോക്ടർമാരാണ്. എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ശരീരം ഏതൊക്കെ നിലയിൽ പരിശോധിക്കാമോ എല്ലാം പരിശോധിച്ചിരുന്നു. ലോകത്താർക്കും കിട്ടാത്ത, ഇതുവരെ ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത മെഡിക്കൽ കെയർ ആണ് മൈക്കിൾ ജാക്സൺ കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ചിന്തിച്ചു, എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എല്ലാ ദിവസവും ഹാർട്ട് റേറ്റ് നോക്കും, എല്ലാ ദിവസവും എല്ലാ നിലയിലുള്ള പരിശോധന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നടത്തുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ദീർഘായുസ്സോടെ ഇരിക്കാൻ പറ്റിയോ? 40 പോലും കടക്കാൻ പറ്റില്ല. 36 വയസ്സിൽ ഏതാണ്ട് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ വായിച്ച ഒരിടത്ത് 19 തൊട്ട് 26 ഒരു എണ്ണം ഞാൻ മറന്നുപോയത്. അത്ര ഡോക്ടർമാര് 24 hours ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ഇദ്ദേഹത്തിന് ഒരു ചെറിയ മൂക്കൊലിപ്പ് വന്നാലും അപ്പോഴേ അത് പരിശോധിക്കാൻ ഡോക്ടറുണ്ട്. ഒന്ന് ചുമച്ചാൽ പരിശോധിക്കാൻ ഡോക്ടറുണ്ട് കൂടെ. ഒന്ന് ചൊറിഞ്ഞാൽ സ്കിൻ ഡോക്ടറുണ്ട് നോക്കാൻ, എന്താണ് അത് ചൊറിഞ്ഞതിന്റെ കാരണം. 24 മണിക്കൂർ ഇത്രയും ഡോക്ടർമാർ കൂടെയുള്ള മൈക്കിൾ ജാക്സൺ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചുപോയി. നമ്മളൊക്കെ ജീവനോടിരിക്കുന്നത് നമ്മളെ നോക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. ഇതാണ് എന്റെ പ്രത്യേകത. എത്ര കഥ മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെന്റിലേറ്ററിൽ കേറിയിട്ടും ജീവനോടെ പുറത്തു വരാൻ കാരണം എന്താ? ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട്. ഹല്ലേലൂയ. ഐശ്വര്യത്ത് കേറിയിട്ടും പുറത്തു വരാൻ കാരണം എന്താ? ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട്. എത്രക്കത് സന്തോഷമുണ്ട്. ആമേൻ. എത്രയോ അപകടങ്ങൾ നമ്മുടെ അടുത്തൂടെ കടന്നുപോയി അല്ലേ? ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ കർത്താവേ, ദൈവം നമ്മളെയൊക്കെ സൂക്ഷിക്കുന്ന വിധങ്ങൾ ഓർത്താൽ ഇല്ല, എത്രയോ അപകടങ്ങൾ അടുത്തൂടെ വന്നു. പക്ഷെ അതൊന്നും നമ്മളെ തൊട്ടില്ല. 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 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. പലരും, ഞാൻ ചില ആൾക്കാർ ഓർക്കാറുണ്ട്, ഒരു മാസം എത്ര രൂപയുടെ മരുന്നാ കഴിക്കുന്നത് ഇല്ല, എത്ര രൂപയുടെ മരുന്ന് ഓരോരുത്തരും കഴിക്കുന്നത്.
ശരീരത്തെ അതുപോലെ സൂക്ഷിച്ചിട്ടും പരിശോധിക്കുന്ന സമയത്ത് എല്ലാം കൂടുതൽ അവർക്ക്. പക്ഷേ ഹല്ലേലൂയ, Hallelujah. പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് സമയത്തിന് ആഹാരം കഴിക്കാറില്ല, പ്രൈസ് ഗോഡ്, വേണ്ടുന്ന എക്സസൈസും ചെയ്യാറില്ല. പക്ഷെ പരിശോധിക്കുമ്പോൾ എല്ലാം നോർമലാ, പ്രൈസ് ഗോഡ്. കാരണം ദൈവത്തിന്റെ ആലയമാണ് ഈ ശരീരം. Amen. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? Hallelujah. ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല, പ്രൈസ് ഗോഡ്. Amen. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സോജി കഴിഞ്ഞ ദിവസം പറയും, എൻ്റെ ഫാസ്റ്ററെ ഞാൻ ജീവനോടിരിക്കുന്നത് അയ്യോ നീ ദൈവത്തിന്റെ ആലയമായി. ആമേൻ. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചേ. യൂട്യൂബിലുള്ളവർ ശ്രദ്ധിക്കുക, നാളെ രാവിലെ മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 6 മണി മുതൽ 7 മണി വരെ നമുക്ക് പവർ റൂമുണ്ട്, പ്രഭാത പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ മിസ് ചെയ്യരുത്, നിങ്ങളെല്ലാവരും കയറണം, മിസ് ചെയ്യരുത്. ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോയി. ചർച്ചിലുള്ളവർ, രോഗമുള്ളവർ എല്ലാവരും നെഞ്ചത്തോട്ടൊന്ന് കൈവച്ചേ, നെഞ്ചത്തോട്ടൊന്ന് കൈവച്ച് കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങും. സകല രോഗങ്ങളും നിങ്ങളുടെ ശരീരം വിട്ടു മാറും. അതൊരു സ്കിൻ അലർജി ആയിക്കോട്ടെ, അതൊരു ചൊറിച്ചിലായിക്കോട്ടെ, അലർജി ആയിക്കോട്ടെ, അതൊരു തലവേദന ആയിക്കോട്ടെ, അത് എന്തോ ആയിക്കോട്ടെ, ഇന്നിപ്പോ വിട്ടുമാറണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേ. നമ്മുടെ ശരീരം, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്ന വീടാണ്. പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളെ ഞാൻ ശാസിക്കുന്നു. സകല രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. Be healed, be healed, be healed, be healed, be healed. സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. സഭചാരൻ ആമേൻ, സന്തോഷത്തോടെ ആമേൻ. God bless you.